അസ്സലാമു വറഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നു. നമുക്ക് ഇന്ന് നമ്മളോട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഡോക്ടറാണ്. അബ്ദുൽ അസീസ് ഡോക്ടറെ റിയാദ് കമ്മ്യൂണിറ്റിക്ക് ആർക്കും പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. 1989 MBBS നേടി, പിന്നീട് PG എടുത്ത് റിയാദ് സൗദി അറേബ്യയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർഷങ്ങളോളം വർക്ക് ചെയ്ത്, അതിനുശേഷം ഇവിടുത്തെ റൂളിംഗ് ഫാമിലിയിലെ ചീഫ് ഫിസിഷ്യനായി വർക്ക് ചെയ്ത്, അതിനുശേഷം ഈയിടെ അടുത്ത 2-3 വർഷമായി സൗദി അറേബ്യയിലെ നാഷണൽ ഗാർഡിന്റെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഫിസിഷ്യനായി തന്നെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം അസീസ് ഡോക്ടറുടെ പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ലഹരിക്കെതിരെയും പുകവലിക്കെതിരെയും അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വിഷയത്തിൽ അദ്ദേഹം ഒരു ടൊബാക്കോ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന ഒരു കോഴ്സും കൂടെ അദ്ദേഹം US നിന്ന് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്കറിയാം. മലമ്പനിയെ കുറിച്ചും രോഗപ്രതിരോധത്തെ കുറിച്ചും അതുപോലെ റമദാൻ പ്രധാനുഷ്ഠാനങ്ങളും രോഗികളും എന്ന വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം അതുപോലെ അങ്ങനെ 5 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ആരോഗ്യ മേഖലയ്ക്ക് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ്. റിയയുടെ ചീഫ് ട്രെയിനിങ് ആയിട്ടും ഇതുപോലെ റിയാദിലെ ഒട്ടുമിക്ക എല്ലാ സേവന പ്രവർത്തനങ്ങളോട് കൂടെയും അസിസ്റ്റ് ഡോക്ടർ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി ICFന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഏത് രോഗികളുടെ വിഷയങ്ങൾ പറയുമ്പോഴും എന്ത് വിഷയങ്ങൾ പറയുമ്പോഴും ഏത് പാതിരാത്രിക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരാനും എല്ലാറ്റിനും ഡോക്ടർ എന്നും മുന്നിലുണ്ടായിരുന്നു. എന്നും നന്ദിയോടെ ഞങ്ങളത് സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ കോവിഡ് വെബ്സൈറ്റ് കുറിച്ച് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സ്ലൈഡ് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാൻ. ഓക്കെ ഡോക്ടർ. സന്തോഷം. ഏതായാലും ICFന്റെ സമന്വയരായ നേതാക്കളോടൊപ്പം മിസ്റ്റർ റുമൈഹാൻ അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. വെരി പ്രൗഡ് ഓഫ് യു വിത്ത് മിസ്റ്റർ റുമൈഹാൻ ആൻഡ് അതർ ടീം ഫ്രം health team from the Saudi citizen, and I am very happy to be with Rumayhan and extend my sincere thanks to you being with us. Assalamu alaikum. Okay. നമുക്ക് ഇന്നത്തെ ആ ഒരു ചർച്ച എന്ന് പറയുന്നത് കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കോവിഡിന്റെ ആദ്യത്തെ ഒരു വ്യാപനത്തെ കുറിച്ചും അപ്പൊ അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചോദ്യോത്തരത്തിലോട്ട് പോകുന്നതായിരിക്കും. തീർച്ചയായും സൗദി അറേബ്യയുടെ കോവിഡ് വ്യാപനത്തെ കുറിച്ച് ഡോക്ടർ തയ്യാറാക്കിയ സ്ലൈഡ് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം. നമ്മുടെ സൗദിയിലെ കോവിഡ് വ്യാപനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിനകത്ത് നിങ്ങളൊരു പീക്ക് കാണുന്നുണ്ട്. അതായത് ജൂൺ 17 സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനം എന്ന് വേണമെങ്കിൽ പറയാം. അന്നായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തിയത്. മാർച്ച് 2-നാണ് ആദ്യമായിട്ട് സൗദിയിൽ 2 കേസ് വരുന്നത്. അത് ഇറാനിൽ നിന്നും ബഹ്റൈൻ വഴി വന്ന 2 സൗദി സിറ്റിസണിലാണ് ഉണ്ടായത്. അത് മാർച്ച് 17 ആയപ്പോൾ അത് 53 കേസായി. പിന്നെ അത് മാർച്ച് 18 ആയപ്പോൾ അത് 100 കേസിൽ നിന്നും ഉയർന്ന് ഏപ്രിൽ 17 ആയപ്പോൾ 762 കേസിലെത്തി. അത് ഏപ്രിൽ 18-ന് 1000 ക്രോസ് ഉണ്ടായി. പിന്നെ അത് തുടർച്ചയായിട്ട് കൂടുകയായി. മെയ് 13 ആയപ്പോൾ 1905 കേസായി മാറി ആണ് ഉണ്ടായത്. പിന്നെ അത് മെയ് 14-നാണ് 2000 ക്രോസ് ചെയ്യുന്നത്. തുടർന്ന് ജൂൺ 1-ന് ചെറിയൊരു ഡിക്ലൈൻ 1800 നിങ്ങൾ സ്ലൈഡിൽ കാണുന്നുണ്ടാകും. 1881 കുറഞ്ഞെങ്കിലും ജൂൺ 17-ന് ഞാൻ സൂചിപ്പിച്ച ആ കറുത്ത ദിനത്തിലെ അത് 4919 കേസായിട്ട് ഉയരുകയുണ്ടായി. അതായിരുന്നു ഹയസ്റ്റ് ആയിട്ട് സൗദി അറേബ്യ റിപ്പോർട്ട് ചെയ്ത കേസ് നാളിതുവരെ. അത് കഴിഞ്ഞ് സ്ലൈറ്റ് ഡിക്ലൈൻ 24-ാം തീയതി തുടങ്ങി. പിന്നെ ഫർദർ ആയിട്ടൊരു റൈസ് ഉണ്ടായത് ഏതാണ്ട് ജൂലൈ 6-ാം തീയതി 4207 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഇങ്ങോട്ട് കേസുകൾ കുറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ സൗദി അറേബ്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനം മെച്ചപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കുറയലുണ്ടാകാൻ ഇടയായി. ഇപ്പോ ലോവസ്റ്റ് റിപ്പോർട്ട് കേസ് വന്നത് സെപ്റ്റംബറിലായി. അത് കഴിഞ്ഞ് ജാനുവരി 3 ആയപ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്പർ, അതായത് മാർച്ചിന് ശേഷം ഉള്ള ഏറ്റവും കുറഞ്ഞ നമ്പറായ 82-ലോട്ട് അത് വന്നു.
പിന്നെ അത് ഒരു സെക്കൻഡ് പീക്ക് എന്നുള്ള പോലെ തണുപ്പ് തുടങ്ങിയ സമയത്ത് ഒരു സെക്കൻഡ് വേവ് വന്നു. അപ്പോഴാണ് മറ്റൊരു ലോക്ക്ഡൌണിനെ കുറിച്ചും മറ്റൊരു റെസ്ട്രിക്ഷനെ കുറിച്ചും ഒക്കെ ഗവൺമെന്റ് ചിന്തിച്ചത്. അപ്പൊ നേരത്തെ നമ്മുടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ശക്തമായ നടപടികൾ വേൾഡിൽ തന്നെ ഇടപിടിക്കുന്ന പല നടപടികളിലൂടെയാണ് അവർക്ക് നേടാൻ സാധിച്ചെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോ ജാനുവരി 26 ശേഷം ഏതാണ്ട് 300 കേസിൽ 300-350 എന്നുള്ള ഒരു സ്റ്റഡി ലെവലിൽ കൊണ്ടുപോകാൻ ഈ സർക്കാരിനും ഈ സംവിധാനത്തിന് സാധിക്കുന്നതാണ് ഏറ്റവും നമുക്ക് അനുഗ്രഹമായ കാര്യം. മാത്രമല്ല പൂർണ്ണമായും സൗജന്യമായി പല ഔട്ട്ലെറ്റ് വഴി, ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞു, ഔട്ട്ലെറ്റ് വഴി കൊടുക്കാൻ തീരുമാനിച്ചത് ലോകത്തിന് തന്നെ സൗദി അറേബ്യ മാതൃകയായിരിക്കും. അക്കാര്യത്തില് ഇവിടുത്തെ റോയൽ പ്രിൻസിനെയും സൽമാൻ രാജാവും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അദ്ദേഹം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിനും ഉള്ള ആ നന്മയിലേക്ക് കൂടുതൽ ചുവടുകൾ വയ്ക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമുക്കിനി ഇന്ത്യയിലെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ വ്യാപനത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് മാർച്ച് 14 ഒരു 20 കേസാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറേശ്ശെ സ്റ്റഡി ആയിട്ട് 1000 ക്രോസ് ചെയ്യുന്നത് ഏകദേശം ജൂൺ 6 തീയതി. അതേപോലെ വീട്ടിൽ തന്നെയാണ് ഇവിടെ പീക്ക് വന്നത്. 17 സെപ്റ്റംബർ ആയപ്പോൾ അത് ഏതാണ്ട് 1,00,000-അടുത്ത് എത്തിയെന്നുള്ളതാണ്. പിന്നെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി സെപ്റ്റംബറിന് ശേഷം. അപ്പൊ അവിടുത്തെ ആ ഒരു കൺട്രോൾ മെഷേഴ്സും ഒക്കെ കുറച്ച് മെച്ചമായ സമയത്ത് അത് കുറഞ്ഞിട്ട് പിന്നെ നവംബർ 16 ആയപ്പോൾ വീണ്ടും അത് ഹൈക്ക് ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് നവംബർ 19 കണക്ക് നോക്കുമ്പോൾ 45,782 പുതിയ കേസുകൾ. ഞാനിവിടെ പുതിയ കേസുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് 15 ജാനുവരി ആയപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഏതാണ്ട് വാക്സിനൊക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു വാക്സിൻ നമ്മൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഏകദേശം 50 ദിവസത്തോളം 51 ദിവസമാണ് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇപ്പൊ നിലവിലിപ്പോ അത് മാർച്ച് 5 ഇന്നലത്തെ കണക്കിൽ 18,284 കേസായിട്ട് കുറഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. ഇനി കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ഒടുക്കത്തെ അപ്ഡേറ്റ് അനുസരിച്ച് 2,791 കേസുകളാണുള്ളത്. നമ്മുടെ സമൂഹത്തില് കേരളത്തിന്റെ ജനസാന്ദ്രത, അവിടുത്തെ പോപ്പുലേഷൻ, അവരുടെ ക്രോണിക് ഡിസീസിന്റെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. അത് ആരെയോ ഭരണ സംവിധാനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മിഷനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി കാരണമാണ് കേരളത്തിലെ കേസുകൾ കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണുള്ളത്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം തന്നെ. നമുക്കിനി ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതിന്റെ സങ്കീർണതകളെ കുറിച്ച് നമ്മളിപ്പോ കോവിഡിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു വരും. പല വേദികളിലും ഒക്കെ നമ്മൾ കോവിഡിനെ കുറിച്ച് സംസാരിച്ചു വരും. എന്താണ് ഇതിന്റെ കോവിഡാനന്തര സങ്കീർണത? അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ ഇനി കൂടുതൽ പറയേണ്ടതില്ല. പല വേദികളിലും നമ്മൾ സംസാരിച്ചു. ഇത് സംഭവിക്കുന്നത് ഏകദേശം 10% ആളുകളിൽ ഈ തളർച്ച, ശ്വാസതടസ്സം, സന്ധിവേദന, നെഞ്ചുവേദന, ഏകാഗ്രത നഷ്ടപ്പെടില്ലേ, പിന്നെ ഉറക്കക്കുറവ്, മണവും രുചി അറിയാതിരിക്കല്, ഈ സംഗതികളൊക്കെ കുറച്ച് നീണ്ടു നിൽക്കും. ചിലപ്പോൾ അത് 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സങ്കീർണത. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് മറ്റ് കുറച്ചുകൂടി സങ്കീർണമായ ചില പ്രശ്നങ്ങളോട് ഇത് പോകാം. അത് ഹൃദ്രോഗം വരാം, താളം തെറ്റിയുള്ള ഹൃദയമിടിപ്പ് വരാം, ഹൃദയസ്തംഭനം വരാം. ശ്വാസകോശത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ശ്വാസകോശം. അതിന് ആ ഇലാസ്റ്റികത നഷ്ടപ്പെട്ടിട്ട് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പോകാം. അത് ചിലപ്പോൾ മാരകമാവാം. അഡൽട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ പോകാൻ പിന്നെ ആളിന്റെ ജീവൻ തന്നെ അപകടത്തിലാകും. അതുകൊണ്ടാണ് നമുക്ക് ഈ വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ വേണ്ടി വരുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റ് വൃക്കകൾക്ക് തകരാറ് വരാം, ത്വക്കിന് ചൊറിഞ്ഞു പൊട്ടല്, മുടി കൊഴിച്ചില്, മണവും രുചി നഷ്ടപ്പെടുന്ന അവസ്ഥ തുടർന്നു പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയും ഉത്കണ്ഠയുണ്ട്, വിഷാദം, മാനസിക പ്രശ്നം. ഇതൊക്കെയാണ് ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് കൂടാതെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. ഇപ്പൊ രോഗത്തെക്കാളും നമ്മളിപ്പോ ഈ രോഗ ചികിത്സയ്ക്കൊപ്പം രോഗസങ്കീർണതയ്ക്കുള്ള ചികിത്സയും കൂടെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരം രോഗസങ്കീർണതകൾ കണ്ടാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ പ്രൈമറി ഫിസിഷ്യനെ ആദ്യം വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം മറ്റ് സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ. 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ അനാവശ്യമായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി
അവിടെ കൺജഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരിക്കൽ നമ്മൾ ചിലപ്പോൾ ക്യാരിയേഴ്സ് ആവാം, നമ്മൾ മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ക്ലിനിക് വിസിറ്റുകളൊക്കെ കുറച്ച് വേണ്ട ഉപദേശങ്ങൾ അതൊക്കെ അവിടേക്കായി ടെലിമെഡിസിന്റെ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ ഈ പറയുന്ന പ്രൈമറി ഫിസിഷ്യന്റെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇനി സ്പെഷ്യാലിറ്റി കെയർ വേണ്ട കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഹൃദയത്തിൽ തടസ്സം വന്നാൽ, പ്രശ്നം വന്നാൽ, ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ ഒക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ ശ്വാസകോശ തകരാറ് വലുതായിട്ട് ചെയ്താൽ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ നേരത്തെ തന്നെ ശ്വാസകോശ രോഗമോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ വൃക്ക തകരാറുള്ള ആളുകൾ സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കോവിഡാനന്തര പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇനി മറ്റൊന്ന് കുട്ടികളിൽ ഇതെങ്ങനെയാണ്. അതെ, കുട്ടികൾ സാധാരണ അതിൽ കോവിഡ് അധികമായി ബാധിക്കാറില്ല. പക്ഷെ അവർക്ക് വന്നിട്ട് സങ്കീർണമായ ചിലപ്പോൾ അത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം മിസ് സി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഹൃദയത്തിനെ ബാധിക്കാം, ശ്വാസകോശത്തിനെ ബാധിക്കാം, വൃക്ക, തലച്ചോറ്, ത്വക്ക്, കണ്ണ്, ദഹനേന്ദ്ര വ്യവസ്ഥ തുടങ്ങിയ അവയവ്യവസ്ഥകളെ ഗുരുതരമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. അങ്ങനെ വന്നാൽ തീവ്ര പരിചരണ ചികിത്സ വേണ്ടി വരും. ഇത് പക്ഷെ ഒരു പ്രത്യേകത അമിതവണ്ണമുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതൽ. അപ്പൊ അമിതവണ്ണമുള്ള കുട്ടികൾ കോവിഡ് വന്നാൽ കൂടുതൽ ശ്രദ്ധിക്കണം, അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഹൃദയ തകരാറുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ചികിത്സ നീണ്ടു നിൽക്കാൻ സാധ്യത. ഇനി അസുഖം വന്ന് ഹൃദയ തകരാറുണ്ടായാൽ ഒക്കെ അവർക്ക് കൂടുതൽ കാലം കായിക പരിശീലനത്തിലോ വ്യായാമത്തിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കും. ചുരുക്കത്തില് കുട്ടികളിൽ ഇത് കുറച്ചാണ് കാണുന്നതെങ്കിൽ അവർക്കിത് വന്നാൽ നമ്മൾ അവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചുരുക്കം. ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും പറയാം, കൈകൾ സാനിറ്റൈസ് ചെയ്യാം, എപ്പോഴും ഫ്രീക്വന്റ് ഹാൻഡ് വാഷ്, മാസ്ക് ഉപയോഗിക്കൽ, പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കൽ, സാമൂഹ്യ അകലം പാലിക്കൽ, കൂട്ടം കൂടാതിരിക്കുക, പിന്നെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, അണുനശീകരണം നടത്തുക. അതായത് ഈ വൈറസിന്റെ സാന്നിധ്യം നിലനിൽക്കാനുള്ള അവസ്ഥകൾ നമ്മൾ പരമാവധി കുറയ്ക്കും. പിന്നെ അസുഖം വന്ന ആളുകൾ ഒരു വീട്ടിലൊരാൾ വന്നാൽ അയാളെ ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളെ രോഗമില്ലാന്ന് ഉറപ്പ് വരുന്നതിനെ ക്വാറന്റൈനിൽ വയ്ക്കുക. പിന്നെ അസുഖം വന്നവരുടെ ചികിത്സാ സമയത്തും ക്വാറന്റൈനിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചികിത്സയും അവരുടെ റീഹാബിലിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സങ്കീർണതകളുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംഗതികളൊക്കെ ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്രതിരോധ മാർഗങ്ങൾ. ഇതൊക്കെ വെറും ഒരു ടൂള് മാത്രം. പക്ഷെ നമ്മുടെ പ്രിവെൻഷനാണ് നമുക്ക് ഏറ്റവും. ഇനി നമുക്ക് അതിന്റെ വാക്സിനെ കുറിച്ച് പറയാം. വാക്സിൻ എല്ലാവർക്കും സാധിച്ചിരിക്കുന്ന ഒരു വിഷയം. നമുക്ക് ഏകദേശം ഒരു 6-7 വാക്സിൻ ഇപ്പോൾ ഫലപ്രദമായിട്ട് വിവിധ രാജ്യങ്ങൾ ഉപയോഗിച്ചു. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഫൈസർ വാക്സിൻ ഉണ്ട്, ആസ്ട്രസെനിക്ക ഉണ്ട്. നീല നിറത്തില് കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ പടം ചൈനീസ് വാക്സിന്റെ ഒരു പടമാണ്. നോവോ വാക്സിൻ എന്ന് പറഞ്ഞ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള 2 വാക്സിൻ ഉണ്ട്, കോവാക്സിൻ ഉണ്ട്, കോവിഷീൽഡ് ഉണ്ട്. പിന്നെ റഷ്യൻ സ്പുട്നിക് വാക്സിൻ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ നമുക്ക് അടുത്ത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് WHO അംഗീകാരം കിട്ടിയത്? അപ്പൊ എങ്ങനെയാണ് WHO അംഗീകാരം കിട്ടുന്നത് അതിനും പറയും. WHO അംഗീകാരം കിട്ടണമെങ്കിൽ ഇത് ക്ലിനിക്കൽ ട്രയലിൽ 2-3 ട്രയലാണ്. 3rd ട്രയലും കഴിഞ്ഞ് അത് സേഫ് ആണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ WHO അംഗീകാരം. എന്നിട്ട് അതിന്റെ പിയർ റിവ്യൂ എന്ന് പറയും. ആ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് അത് സുരക്ഷിതമാണെന്ന് ഉറപ്പായാൽ മാത്രമേ WHO അതിന് അംഗീകാരം കൊടുക്കൂ. ഇപ്പൊ നിലവില് ഫൈസറിന്റെ വാക്സിന് ഏതാണ്ട് 31/12/2020 മുതൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക, അത് ഇന്ത്യയിലുള്ള സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉത്പാദിപ്പിക്കപ്പെടുന്നു, അതിനും പിന്നെ കോവിഷീൽഡ്, ഈ 2 വാക്സിൻ അതിന്റെ സ്ലൈഡിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അത് ശരിക്കും ഫെബ്രുവരി 15-നാണ് ഈ വർഷം ഫെബ്രുവരി 15-നാണ് അതിന് WHO അംഗീകാരം കിട്ടുന്നത്. അപ്പൊ ഈ 3 വാക്സിനാണ് ഫലത്തില് WHO നേരിട്ടുള്ള അംഗീകാരം. ഇനി അംഗീകാരത്തിന് കാത്തിരിക്കുന്ന വാക്സിൻ ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനുകളാണ്. അമേരിക്കയിൽ നിന്നുള്ള മൊഡേണ വാക്സിൻ ഉണ്ട്, പിന്നെ റഷ്യയിലെ സ്പുട്നിക് വാക്സിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആസ്ട്രാസെനിക്ക അത് SK ബയോ എന്ന് പറയുന്ന അത് അമേരിക്കയിൽ തന്നെയാണ്. അത് അവർ എക്സ്പെക്ട് അത് മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ അതിന് അംഗീകാരം കിട്ടാനുള്ള ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ അത് 3ാമതായിട്ട് അമേരിക്കയിൽ വന്ന അതിലൊരു പ്രത്യേകത, അതിന് 1 ഡോസ് ഉണ്ട്. അതും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അതിന്റെ താമസിയാതെ തന്നെ ഈ വാക്സിനുകൾക്കും കൂടി WHO അംഗീകാരം. ഇത് WHO അംഗീകാരം ഇല്ലെങ്കിൽ തന്നെ അമേരിക്കയിലെ FDA അംഗീകാരം, മറ്റ് യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരം ഒക്കെ വെച്ചിട്ട് പല രാജ്യങ്ങളിൽ ഈ വാക്സിനൊക്കെ ഇപ്പൊ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിലാണ്. ഇനി എന്തൊക്കെയാണ് വാക്സിൻ കുത്തിവെച്ചുള്ളത്? ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാക്സിൻ എടുക്കാം. നമുക്ക് വന്ന ചോദ്യങ്ങളിലെ അധികം ഒന്നും കുറെ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
അതിലധികം വരുന്നത് ഈ വാക്സിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചും മറ്റു രോഗികൾ വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ചും മറ്റൊക്കെയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്ലൈഡ് അത് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ പാർശ്വഫലം ഏതൊരു ഇഞ്ചക്ഷൻ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു മരുന്ന് കഴിച്ചാലും ഒരു പാർശ്വഫലം. അപ്പൊ അതിന് പ്രത്യേക മോഡേൺ മെഡിസിനോ അല്ലെങ്കിൽ ഇൻഡിജിനസ് മെഡിസിനോ വ്യത്യാസമില്ല. ഏത് മരുന്നായാലും അതിനൊരു ചെറിയ പാർശ്വഫലം. അതുപോലെ ഏത് ഇഞ്ചക്ഷൻ എടുത്താലും കുത്തിവെക്കുന്ന സ്ഥലത്ത് ചെറിയ വേദന വരും, അവിടെ ചുവന്ന് തടിക്കും, ചെറിയ നീർവീക്കം ഉണ്ടാവും, പനി. പക്ഷേ കോവിഡ് വാക്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ വൈറൽ വാക്സിനൊക്കെ എടുക്കുമ്പോൾ ചെറിയ പനിയും പറയലും വരാം, ശരീര തളർച്ച, തലവേദന, അതായത് ഫ്ലൂവിന്റെ പോലുള്ള ലക്ഷണങ്ങൾ. അത് കുറെ ക്ഷണികമായി കുറച്ച് ദിവസം കഴിയുമ്പോൾ 1-2 ദിവസം അതുണ്ടാവും. പിന്നെ വളരെ സീരിയസ് ആയിട്ട് വരുന്ന അനാഫൈലാക്സിസ് അല്ലെങ്കിൽ കടുത്ത ശ്വാസതടസ്സമോ തളർച്ച ഉണ്ടായാൽ അടിയന്തര ചികിത്സ. അപ്പൊ നമ്മുടെ ഉദ്ഘാടകൻ അത് അനലൈസ് ചെയ്ത് പറഞ്ഞു, അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ യഥാർത്ഥത്തിൽ അതിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ വാക്സിൻ വന്നാൽ എന്ത് ചെയ്യുന്നു കൂടെ പറഞ്ഞു അല്ലേ? ഇത് പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യും. അതായത് ഈ വേദന ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ചെറിയ ഐസ് വെച്ചിട്ട് ഐസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ആശ്വാസം അതിന് കിട്ടും. ഇത് 2 ദിവസം കൊണ്ടൊക്കെ മാറും. ഇനി പനി വരികയാണെങ്കിൽ ചെറിയ പാരസിറ്റമോൾ കഴിച്ചാൽ, അലർജി ഫ്ലൂവിന്റെ സിംറ്റങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ പനിക്ക് കൊടുക്കുന്ന അലർജി ആന്റി അലർജിക് മരുന്നുകൾ മാത്രം മതി. അല്ലാതെ ഒരുപാട് മരുന്നുകളൊന്നും ആവശ്യം വരുന്നില്ല. ചിലർക്കൊക്കെ വയറിളക്കം വരാം, ചിലർക്ക് ചെറിയ ഛർദി വരാം. അതൊക്കെ ആണെങ്കിൽ സിംറ്റം അനുസരിച്ച് ലക്ഷണം അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ അതിനാവശ്യമുള്ളൂ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ സിവിയർ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് മിക്കവാറും ആദ്യത്തെ അരമണിക്കൂറിലാണ് മിക്ക ആളുകളും ഉണ്ടാകും. അതുകൊണ്ടാണ് വാക്സിൻ എടുത്തിട്ട് അരമണിക്കൂർ ആ ക്ലിനിക്കിൽ തന്നെ പറയാം. അങ്ങനെ ഇലക്കരശ് വല്ല വന്നു കഴിഞ്ഞാൽ അതിന് അഡ്രിനൽ പോലുള്ള മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി ഹൈ റിസ്ക് ആയിട്ടുള്ള ചില അസുഖങ്ങൾ ആസ്മയ്ക്കുള്ള ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നമുക്ക് അടുത്ത സ്ലൈഡിൽ പോയാലോ? ഇനി ആരൊക്കെയാണ് ഈ വാക്സിൻ എടുക്കാൻ പാടുന്നത്? എനിക്ക് തോന്നുന്നു മിക്കവാറും അപ്പൊ നമുക്ക് അത് നമുക്കൊന്ന് പറഞ്ഞു ജനറലായിട്ട് പറഞ്ഞു പോകാം. സാർ ഈ കടുത്ത പനിയുള്ളപ്പോൾ ഒരു വാക്സിൻ, പിന്നെ ഉള്ളത് കോവിഡ് വാക്സിൻ അലർജി. ഈ കോവിഡ് വാക്സിൻ തന്നെ നേരത്തെ എടുത്ത് എന്തെങ്കിലും അലർജി സിവിയർ അലർജി ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഡോസ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പിന്നെ സാധാരണ ഈ ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ വാക്സിൻ പരിശോധിച്ചിട്ടില്ല. അതിന്റെ ഫലം എന്താണെന്ന് ഇപ്പോഴും നോക്കാൻ. അതുകൊണ്ട് ഈ വാക്സിൻ അവർക്ക് സുരക്ഷിതമായിട്ട് കൊടുക്കാൻ കഴിയില്ല. കാരണം അതിനെക്കുറിച്ച് നമുക്ക് എവിഡൻസ് ഇല്ല. അതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഇനി രോഗ പ്രതിരോധ ശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റസ് എന്ന് പറഞ്ഞ SLE എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള അസുഖമുള്ളവരൊക്കെ ചില ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻ എടുത്തുകൊടുക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വാക്സിൻ കൊടുത്തു. പിന്നെ ഉള്ളത് ഒരാൾക്ക് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളിപ്പോ ഫൈസർ വാക്സിൻ എടുത്തു, രണ്ടാമത്തെ വാക്സിൻ ഞാൻ കോവിഷീൽഡ് എടുത്താൽ അതൊരിക്കലും ഒരു സെയിം ബ്രാൻഡ് വാക്സിനെ എടുക്കാൻ പാടില്ല. പിന്നെ അതുകൊണ്ട് ഒരു വാക്സിൻ എടുത്ത ആൾ അതേ തരം വാക്സിൻ തന്നെയാണ് വീണ്ടും എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ? ഇനി നമ്മുടെ ഈ വാക്സിന്റെ വിതരണത്തിന്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലായിരിക്കും. ഇന്ത്യയിൽ ഇന്ന് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ സൈറ്റ് ഞാൻ നോക്കുന്നുണ്ടായി. അപ്പൊ അതിനകത്ത് ഈ 2-ാം തീയതി വരെ, മാർച്ച് 2-ാം തീയതി വരെ നമ്മുടെ രാജ്യത്ത് ഏകദേശം 1.54 കോടി 154 ലക്ഷം ആളുകൾക്ക് കോവിഡിന്റെ ഒരു ഡോസ് കൊടുത്തിട്ടുള്ളതാണ്. അത് ഒരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. മാർച്ച് 2 രാത്രി 11 മണി വരെയുള്ള കണക്കാണ് ഡൽഹിയിൽ നിന്നുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്നുള്ള ഒരു റിപ്പോർട്ട്. ഇനി അത് നമുക്ക് ഇവിടുത്തെ സൗദിയിലെ സിറ്റുവേഷൻ, സൗദിയിൽ ഈ ഗ്രാഫ് ഇടതുവശത്ത് കാണുന്ന ഗ്രാഫിലാണ് ഇവിടെ വാക്സിൻ കൊടുത്തു പോകുന്നതിന്റെ സ്റ്റാറ്റസ്. ഇതിനൊക്കെ ഏകദേശം 1,93,468 ഡോസ് വാക്സിൻ സൗദി അറേബ്യ കൊടുത്തു കഴിഞ്ഞു ഇതിനകത്ത്. അത് 4-ാം തീയതി കണക്കാണ്. പിന്നെ 2 ദിവസത്തെ 6-ാം തീയതി. അതിൽ ഇപ്പൊ ഫൈസർ വാക്സിൻ, ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആസ്ട്രാസെനിക്ക വാക്സിൻ കൊടുക്കാൻ തുടങ്ങി. ഫൈസർ തന്നെയാണ് പ്രധാനമായിട്ടും ആദ്യം വന്നതും ലോകത്ത് വന്നതും അത് തന്നെ അവിടെ തന്നെ.
അത് വന്നപ്പോ തന്നെ ഫസ്റ്റ് സപ്ലൈ ചെയ്ത കൺട്രിയിൽ ഒന്ന് സൗദി സൗദി അറേബ്യ ആദ്യത്തെ അതൊക്കെ സൗദി അറേബ്യ ഈ വിഷയത്തിൽ ടോപ്പ് ആണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും. നമുക്ക് അടുത്ത സ്ലൈഡ് കണ്ടാൽ ഓക്കെ. ഇനി ഇതിന്റെ വിതരണത്തെ കുറിച്ച് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് അതായത് അടുത്ത ആഴ്ച മുതൽ സൗദി അറേബ്യ അത് ലോകത്തിൽ ആദ്യമാണ്. അതായത് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ഫാർമസികളും പ്രൈവറ്റ് ക്ലിനിക്കുകളും ഉൾപ്പെടെയുള്ള ഇത് കൊടുക്കും. ഇത് കൂടാതെ ഇവിടെ ഒരു ഹോം ഹെൽത്ത് കെയർ പ്രോഗ്രാം നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ അതിൽ ഏകദേശം 32,000-ത്തിലേറെ രോഗികൾ ഹോം ഹെൽത്ത് കെയറിന്റെ ബെനിഫിറ്റ് ഉള്ളത്. അപ്പൊ അവരെയൊക്കെ വീട്ടിൽ പോയി പല ആശുപത്രികളിലും വീട്ടിൽ പോയി ചികിത്സിക്കാം. ആ വീടുകളിൽ പോയി രോഗി മാത്രമല്ല രോഗികളുടെ കുട്ടിക്കാർക്കും ബന്ധുക്കൾക്കും കൂടെ വാക്സിൻ കൊടുക്കാനുള്ള സംവിധാനം സൗദി അറേബ്യ. ഇതും ലോകത്തിലെ ഒരു വിഷയം ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ അത്രമാത്രം പ്രതിരോധ നടപടികളിൽ സൗദി അറേബ്യ പ്രാധാന്യം കൊടുക്കുന്നു. അതിന് ഒരു വ്യത്യാസവുമില്ല മറ്റു രാജ്യക്കാരെന്നോ സ്വദേശിയെന്നോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ ജനറലായിട്ട് നടന്ന കാര്യങ്ങളും വാക്സിന്റെ ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് നമ്മൾ ടോപ്പിലൂടെ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കണം. അതായത് വിഷയത്തിനുള്ള പറയാം. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ചോദ്യങ്ങൾ പരിശോധിച്ചിട്ട് അതിനൊപ്പം മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ അത് തന്നെ പ്ലാൻ ചെയ്താണ്. ഒരു പ്രഭാഷണ പരിപാടിയില്ല, ഇത് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ നമുക്ക് കുറെ മുൻകൂട്ടി തന്നെ വന്നതുണ്ട്. അതിന്റെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. തീർച്ചയായും. ഒരു ചോദ്യം വന്നത് നമുക്ക് തോന്നുന്നു ഷാഹിദ എന്ന് പറഞ്ഞ ഒരു ഇതാണെന്ന് തോന്നുന്നു. Can we take the vaccination those who are ആസ്തമ അസുഖം ഉള്ളവർക്ക് വാക്സിനേഷൻ എടുക്കാമെന്നതാണ്. ആസ്മയുള്ളവർക്ക് വാക്സിൻ കൊടുക്കാൻ, പക്ഷെ അവർ നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ആന്റി ആസ്മറ്റിക് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടാവും. അത് മരുന്നുണ്ട് തുടരും. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ഈ സ്ഥായിയായ ആസ്മയോ ഡയബറ്റീസോ ഹൃദ്രോഗമൊക്കെ ഉള്ള ആളുകൾ ഈ വാക്സിൻ എടുത്തുകൊണ്ട് മരുന്ന് നിർത്തിവെക്കാൻ പാടില്ല. അതിനൊപ്പം മരുന്ന് ഇവർക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നിലയ്ക്ക് അവരുടെ ആസ്മ മെഡിസിൻസ് ഒക്കെ എപ്പോഴും എടുക്കണം. ചിലപ്പോൾ അഡീഷണൽ ഡോസ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന സാൽബുറ്റമോൾ എന്ന് പറയുന്ന ഇൻഹേലറോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഇൻഹേലറോ ഒക്കെ കൊടുക്കേണ്ടി എടുക്കുന്നതിൽ ഒരു തടസ്സം. ഞങ്ങളുടെ ആശുപത്രിയിൽ തന്നെ ഒരുപാട് രോഗികൾക്ക് നമ്മൾ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഷുഗർ രോഗികൾക്ക് വാക്സിൻ എടുത്താൽ സൈഡ് എഫക്ട് വല്ലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിനെത്തിരി നമ്മൾ നമ്മുടെ സ്ലൈഡിൽ തന്നെ അത് പറഞ്ഞു. ഏത് തരം രോഗിയായാലും നമ്മളിപ്പം കൊടുക്കുന്ന വാക്സിന്റെ സൈഡ് എഫക്ട് ഏകദേശം ഒന്നും തന്നെ ഏകദേശം. പിന്നെ ഒരു മുഹമ്മദ് എന്നവരുടെ ഒരു ചോദ്യമാണ്, ഗർഭിണികൾക്ക് വാക്സിൻ എടുക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടോ? ഗർഭിണികൾക്ക് ഈ വാക്സിൻ നമ്മൾ ഡിസ്കഷൻ സമയത്ത് ഗർഭിണികൾക്ക് ഈ വാക്സിൻ ഇതുവരെ കൊടുക്കുന്നില്ല. കാരണം അതിന്റെ ഒരു പഠനങ്ങൾ നടന്ന് കൺഫേം ആയിട്ടില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് 16 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളുണ്ട്. ഓക്കെ. ചില രാജ്യങ്ങളിൽ അത് 18 വയസ്സ് ചില വയസ്സ്. വേറൊന്ന്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സ്ഥിരം മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഈ വാക്സിൻ എടുക്കുമ്പോൾ മുൻകരുതലുകൾ വല്ലതും ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം. ഹൃദ്രോഗികള് അവർ പതിവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തുടർന്നുകൊണ്ട് വാക്സിൻ എടുക്കുന്നു. പ്രത്യേകിച്ച് അത് അവർക്ക് ഈ കോൺട്രാൻഡിക്കേഷൻ അല്ലെങ്കിൽ എടുക്കാൻ പാടില്ലാത്തവരുടെ വിഭാഗത്തിൽ നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് വന്നത്, കോവിഡ് അതിൽ ഒരു അഡിഷൻ ഉണ്ട്. അതിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ചില മരുന്നുകൾ ഡീപ് പ്ലേറ്റ്, അതിപ്പോ ഈ സ്റ്റെന്റ് ഒക്കെ വെച്ചിട്ടുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ എന്താ പറയാ ആസ്പിരിൻ ഗുളികളൊക്കെയാണ്, ഇപ്പൊ ക്ലോപ്പിഡോഗുകൾ എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ മരുന്നുകളൊക്കെ. അങ്ങനെ രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാനുള്ള മരുന്നുകൾ. പിന്നെ അതുപോലെ ഏറ്റിൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന അസുഖമുള്ളവർക്ക് ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ട് മരുന്ന്, അങ്ങനെയുള്ളവർ വാക്സിൻ
ഒഴിവാക്കുന്നതാണ്. ഓക്കെ. പിന്നെ അവർ മറ്റു പ്രിവെന്റീവ് മെഷേഴ്സ് ഉപയോഗിച്ച് സോഷ്യൽ ഡിസ്റ്റൻസും മറ്റുള്ളതൊക്കെ എടുത്തിട്ട് സ്വയം പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദ്യം ആദ്യം മുന്നിലെടുത്തുണ്ടായിരുന്നു ഒരിക്കൽ കോവിഡ് വന്നു പോയാൽ പിന്നെ വരില്ല എന്ന്. അങ്ങനത്തെ ഒരു ട്രെൻഡ് എങ്ങനെയോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോവിഡ് വന്ന ആളുകൾക്ക് അതിനെ ഇത് ചെയ്യാനുള്ള പ്രതിരോധ ശേഷി ലഭിക്കുമോ, അവരെടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കോമൺ ആയിട്ട് വരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് തന്നെ മനസ്സിലായി ഇപ്പൊ കോവിഡ് വന്ന ആൾക്ക് വീണ്ടും വന്നു എന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? അതിന് ഒരു ഡയറക്ഷൻ ഇപ്പോൾ ഇപ്പൊ നിലവില് ഈ ഇതിന്റെ പ്രതിരോധ ശേഷി എത്ര നാൾ നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു കണക്ക് പറയാൻ നമുക്ക് സമയമായിട്ടില്ല. കാരണം ഈ അസുഖം കണ്ടെത്തിയിട്ട് ഇപ്പൊ 1 വർഷം ആകുന്നേ ഉള്ളൂ കഴിച്ചിട്ട്. അപ്പൊ ഈ പ്രതിരോധ ശേഷി ഓരോ ആളുകളും എത്ര നാൾ നിൽക്കും നമുക്കറിയില്ല. ചില ആളുകൾ അത് 6 മാസമായിരിക്കും, ചിലപ്പോൾ 9 മാസമായിരിക്കും. ഇന്നലെ ഞാൻ നോക്കിയ ഒരു പേഷ്യന്റ് 9 മാസമായി ഫ്ലൂ സിംറ്റംസ് വന്നു, ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും നെഗറ്റീവായി. അപ്പൊ അവർക്ക് ഒരു ലീഡിയാണ്, അവർക്ക് 9 മാസമായിട്ട് പ്രതിരോധ ശേഷി. പക്ഷെ കഴിഞ്ഞ ജൂലൈയിൽ വാക്സിൻ എടുത്ത ഒരാൾക്ക്, ജൂലൈയിൽ അസുഖം വന്ന ഒരാൾക്ക് ഡിസംബറിൽ വീണ്ടും റീഇൻഫെക്ഷൻ വരാം. അപ്പൊ ഓരോരുത്തരും ഇമ്മ്യൂണിറ്റിയുടെ അതുപോലെ തന്നെ വാക്സിൻ എടുത്താലും എല്ലാവർക്കും ഒരേ തരത്തിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നില്ല, പക്ഷെ അത് പ്രൊട്ടക്റ്റീവാണ്. പിന്നെ ചോദ്യം വന്നത് വാട്ട് ഇസ് ദ നെയിം ഓഫ് വാക്സിൻ ഇൻ ഗിവിംഗ് സൗദി അറേബ്യ? ഓൾറെഡി നമ്മൾ ആൻസർ ചെയ്തു. ഫൈസർ ആസ്ട്രസെനെക്കയാണ് കൊടുക്കുന്നത്, മറ്റു വാക്സിനുകൾ പിന്നെ ഒരു ചോദ്യം വന്നത് കോവിഡ് നെഗറ്റീവ് പോസിറ്റീവ് ആയി ആദ്യം, പിന്നീട് നെഗറ്റീവ് ആയ ശേഷം ബോഡി പെയിൻ കൂടുതലായിട്ടുണ്ട്, അതിനെങ്ങനെ മറികടക്കാം? അതാണ് വളരെ നല്ല ചോദ്യം. അതാണ് നമ്മൾ പറഞ്ഞ കോവിഡാനന്തര ചില ആളുകൾക്ക് ഈ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യും. അത് നമ്മൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അങ്ങനെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിന്റെ ഭാഗമായിട്ടാണ് ഈ തളർച്ചയും ക്ഷീണവും ഒക്കെ നിലനിൽക്കുന്നത്. അത് സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മതിയാവും. ശരിക്ക് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത്യാവശ്യം വലിയ കടുത്ത വേദനയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പാരസെറ്റമോൾ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ചോദ്യം വരുന്നു. കോവിഡ് വന്നവരുടെ പ്രതിരോധ ശേഷി കുറഞ്ഞതായും രോഗത്തിൽ മറ്റു അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നതായിട്ട് കേൾക്കുന്നു. ഇത് ശരിയാണോ? അതിന് വല്ല പരിഹാരമുണ്ടോ? ഇമ്മ്യൂണൈസേഷൻ കുറഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കോവിഡാനന്തര സമയത്ത് ശരീരത്തിൽ ഈ ബ്ലഡിലെ ഇതിന്റെ രക്തത്തിന്റെ അളവ് കുറച്ച്, ഹീമോഗ്ലോബിന്റെ അളവ് പറയാം, അങ്ങനെ വരാം, ഒരു ഇമ്മ്യൂൺ സപ്രഷൻ വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറച്ച് നാളത്തേക്ക് മറ്റ് എന്താ പറയാ അമിതമായ ഈ കൈലി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള രോഗികളുടെ അടുത്തൊക്കെ വിട്ടു നിൽക്കുന്നത് കൊള്ളാം. പിന്നെ ശരിയായ ഭക്ഷണം, ശരിക്കും ഉറങ്ങുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് ശരിയാവും. ഗ്രാജുവലായിട്ട് വ്യായാമം. പിന്നെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഡോക്ടറുടെ സപ്പോർട്ട് കൂടി നമ്മൾ ഫ്ലൂ കിറ്റ് ഒക്കെ കൊടുത്തിരുന്നു. അത് നമ്മൾ ഉൾപ്പെടുത്തിയതായിരുന്നു. പിന്നെ കാൽസ്യത്തിന്റെ വൈറ്റമിന്റെ മൾട്ടി വൈറ്റമിന്റെ കൊടുത്തിരുന്നു. അപ്പൊ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന സൈഡ് എഫക്ട് ഇല്ലാത്ത മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ശരിക്കും മരുന്നിനേക്കാൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പിന്നെ പോളിയോ മറ്റു ശീലങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ വൈറ്റമിൻ സി ആണ് ശരിക്കും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസുഖം വന്നതിന് ശേഷം വൈറ്റമിൻ സി കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ കതിരമേൽ വളം വെക്കുക എന്ന് പറയുന്നത് കാര്യം. നേരത്തെ വൈറ്റമിൻ സി ആവശ്യത്തിന് കഴിച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ, അത് ഏത് ഫ്ലോയിലും അതല്ല. ഓക്കെ. പിന്നെ ഒരു ചോദ്യം വന്നത് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ളവർ കോവിഡ് നെഗറ്റീവ് ആയ ശേഷം എന്തെല്ലാം ശ്രദ്ധിക്കണം? അതായത് ആസ്മ റെഗുലറായിട്ടുള്ള മരുന്ന് കഴിക്കുക, അവരുടെ ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമുള്ള പക്ഷേ എക്സ്റേ പരിശോധനയും പിന്നെ ബ്ലഡ് പരിശോധനയൊക്കെ നടത്തുക. എക്സ്റേയിൽ എന്തെങ്കിലും ന്യൂമോണിക് ചേഞ്ചസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പനിയോ മറ്റോ വന്നാൽ പെട്ടെന്ന് തന്നെ വിദഗ്ധ പരിശോധന ന്യൂമോണിയ ഒന്നും ആയിട്ടില്ല എന്ന് ഓർക്കുന്നത്. പിന്നെ ഒന്ന് മിസ്റ്റർ അബ്സലാമാണ്, സോറി അബ്ദുള്ള, മറ്റന്നാള് എനിക്ക് കോവിഡ് വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ഞാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അദ്ദേഹത്തിന് സ്ഥായിയായ അസുഖം നമ്മൾ പറഞ്ഞ കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, സാധാരണ പോലെ പോയി വാക്സിൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഉറക്കക്കുറവുണ്ടാകാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സാധാരണ പോലെ. സാധാരണ നമ്മളിപ്പോ ചായ കുടിക്കുന്ന പോലെ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഇതായിട്ട് ഒരു വലിയ വിഷയമായിട്ട് തന്നെ കരുതണ്ട, ഒരു സാധാരണ പരിധി. ഇപ്പോ കോവിഡിന്റെ സെക്കൻഡ് വേവ് തേർഡ് വേവ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതിനെ ചോദിച്ചിട്ടാണ് മുസ്ലിം ചോദിച്ചിട്ടുള്ളത്. പുതിയ കോവിഡ് അതിന്റെ ലക്ഷണങ്ങൾ പഴയതുപോലെ തന്നെയാണോ അതോ അതിന് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു. പുതിയ കോവിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സൗദി അറേബ്യയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗത്ത് ആഫ്രിക്കയിലും ബ്രിട്ടനിലും തേർഡ് വേവ് തേർഡ് വേവും പിന്നെ ഈ ഉദ്ദേശിച്ച എനിക്ക് തോന്നുന്നത് ആ സ്ട്രെയിനാണ്, ന്യൂ സ്ട്രെയിൻ. അപ്പൊ ഈ ന്യൂ സ്ട്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കൂടുതൽ പെട്ടെന്ന് പകരുന്നു എന്നാണ്, അല്ലാതെ അതിന്റെ വെറുലൻസ് അല്ല. മറ്റേത് ഒരു പെട്ടെന്ന് ഒരു 3 പേർക്ക് ഒരാളെ ഇത് വരും, ഇതും പെട്ടെന്ന് ബന്ധപ്പെടുന്ന ആളല്ല 6 പേർക്ക്. സൗത്ത് ആഫ്രിക്കയിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഇൻഫെക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കബിലിറ്റി കൂടുതലാണ്, സ്പ്രെഡിങ് അതാണ് നമ്മൾ പേടിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എപ്പിഡമിക് ഇത് പെട്ടെന്ന് പീക്ക് പെട്ടെന്ന് ഒരുപാട് ഇൻഫെക്ഷൻ, അതിനെയാണ് നമ്മൾ കൂടുതൽ പേടിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ചോദ്യം, നമ്മൾ ഈ ആദ്യം തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ പ്ലാസ്മ ട്രീറ്റ്മെന്റിന്റെ, അതിന്റെ സാധ്യതകൾ ഇപ്പൊ എങ്ങനെയാണ്? ഐസിഎഫിന്റെ നേതാവ് ഉമർ സക്കാഫിയുടെ നേതൃത്വത്തിലൊക്കെ അത് വലിയ പ്രാധാന്യത്തോടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് ഇത് പറയും. അല്ല, ആ സമയത്ത് അത് വലിയ ഒരു ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതൽ എന്താ പറയാ, കൂടുതൽ ശ്രദ്ധയോടുകൂടുന്ന ചികിത്സയൊക്കെ വന്നപ്പോൾ പ്ലാസ്മയുടെ ഉപയോഗം വളരെ ഗുരുതരമായ രോഗികൾക്ക് മാത്രമായിട്ട് അതെ. ഓക്കെ, പിന്നെ വന്നത് കോവിഡ് വന്ന ആൾക്ക് അത് മാറിക്കഴിഞ്ഞിട്ടും ശ്വാസതടസ്സം ഒന്നുമില്ലാത്തവർക്ക് കോവിഡ് മാറിക്കഴിഞ്ഞിട്ടും ശ്വാസതടസ്സം ഒന്നുമില്ലാത്തവർക്ക് ശ്വാസതടസ്സമുള്ളതായി ഇത് കോവിഡിന്റെ ഭാഗമായിട്ട് വന്നതാണോ? വന്നതിന് ശേഷം ഒരു ചെറിയ ശ്വാസതടസ്സം ഉണ്ടാകാറുണ്ട്. അതൊരു അല്പം ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ഉണ്ടാകും. ചെറിയ സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ക്ഷീണമൊക്കെ വരിക സാധാരണ. നാട്ടിലൊക്കെ നാട്ടിലിപ്പോ എസ്ബിഐസിന്റെ കീഴിലുള്ള സാന്ത്വന സെന്ററിലൊക്കെ കൂടുതൽ ആവശ്യം വരുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്ററൊക്കെയാണ് ഇന്ന് സാന്ത്വന ടീമൊക്കെ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇഷ്യൂസ് പിന്നെ റെസ്പിറേറ്ററി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിന് 2 കാരണം. ഒന്ന്, ഈ മിക്കവാറും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ശ്വാസകോശത്തിന് നേരത്തെ രോഗങ്ങൾ ഉള്ളവർക്ക്, അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, അത് ഫൈബ്രോസിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ ലങ്ങിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകുന്ന ആസ്മ പോലുള്ള രോഗമുള്ളവർക്ക് നേരത്തെ തന്നെ അവർക്ക് ഈ രക്തത്തിലോട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നതിന്റെ അളവ് കുറഞ്ഞിരിക്കും, കപ്പാസിറ്റി. അപ്പൊ ആ സാച്ചുറേഷൻ കുറവുള്ള രോഗികൾക്ക് ഇത് കൂടി വരുമ്പോൾ കുറച്ചുകൂടെ അത് വഷളാവസ്ഥ. അതിന് ബ്രീത്തിങ് എന്താ പറയാ, ക്രമമായിട്ട് വ്യായാമം ചെയ്ത് കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഷാർവാസ് അപ്ല അസുഖമുള്ള ആളുകൾ ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല, അങ്ങനെയുള്ളവർ വാക്സിൻ എടുക്കാറുണ്ട്. അപ്ല എന്നത് ക്ലാരിഫൈ ആയിട്ടില്ല, ആസ്തമയാണോ എന്താണെന്ന് ക്ലാരിഫൈ ആയിട്ടില്ല. മെസ്സേജ് ചെയ്ത ആളോ ഒന്ന് സ്പെല്ലിംഗ് എന്ത് APLA ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് ഇപ്പോ പൊതുവെ ഇപ്പൊ എല്ലാവരും പ്രവാസികൾ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു ഇതാണ്, എന്താണ് ഹെൽത്ത് പാസ്പോർട്ട്? ഹെൽത്ത് പാസ്പോർട്ട് എന്തായിരിക്കും? ഈ കോവിഡ് വാക്സിൻ അയാട്ടയുടെ നേതൃത്വത്തിൽ ഇതൊരു നിർബന്ധമാക്കി പോകുമോ എന്നുള്ള ഇത് എല്ലാവരും പറയുന്നത്, അതിനെ കുറിച്ച് അല്ല, അതിനെ കുറിച്ച് ഒരു എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഹെൽത്ത് പാസ്പോർട്ട് എന്ന് പറയുന്ന വാക്സിൻ എടുത്ത് പ്രൊട്ടക്ഷൻ കിട്ടിയ ആളുകൾക്ക് അത്രയും അവർക്കൊരു വിശ്വസതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് രോഗമില്ല, രോഗമുള്ള പകർത്താൻ സാധ്യതയുള്ളവരല്ല എന്നുള്ള ഒരു പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാക്സിൻ പൂർണ്ണമായിട്ട് ഒരുപാട് ആളുകൾക്ക് അത് കിട്ടി. അതുകൊണ്ട് അത് പ്രായോഗികം അങ്ങനത്തെ വന്നാൽ തന്നെ അത് പ്രായോഗികരിക്കാൻ ഇനിയും ചില മാസങ്ങൾ കൂടി വേണ്ടി വരും. കാരണം വാക്സിൻ കവറേജ് അത്ര ആയിട്ടില്ല. നമ്മുടെ ഇപ്പൊ സൗദി അറേബ്യ സിറ്റുവേഷൻ വെച്ചാണ്, ഇന്ത്യയിൽ അത്ര ആയിട്ടില്ല. മറ്റു രാജ്യങ്ങളിലും അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വൈഡ് ഇമ്മ്യൂണൈസേഷൻ കവറേജ് വരുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗികമാവും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വാക്സിൻ ഓൾറെഡി സ്പ്രെഡ് ആയി, ഇപ്പൊ പലരും അതിനുവേണ്ടി പിന്നെ രജിസ്റ്റർ ചെയ്യാതൊക്കെ പഠിച്ചു നിൽക്കുന്നു. അത്രക്കാരോട് ഡോക്ടർക്ക് എന്ത് പറയാം? തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ വാക്സിന് എടുക്കാതിരിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. മറിച്ച് വാക്സിൻ ഫ്രീ ആയിട്ടും ഇത്ര സൗകര്യമായിട്ട് കിട്ടുമ്പോൾ അത് എടുക്കുക തന്നെ വേണം. അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് മറ്റ് വാക്സിൻ സൈഡ് എഫക്ട് പോലുള്ള ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പരമാവധി വാക്സിൻ എടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം വേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളൊക്കെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്കഷൻ തന്നെ അതാണ്. നമ്മൾ വാക്സിന്റെ ഇതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ജനറലായിട്ട് ഇപ്പൊ ICF പോലെ തന്നെ മറ്റ് സംഘടനകളും മറ്റ് നേതൃത്വവും ഒക്കെ ഇപ്പൊ നമ്മൾ അതേക്കുറിച്ച് വാക്സിൻ എങ്ങനെ ഹൗ ടു രജിസ്റ്റർ ടു വാക്സിനേഷൻ എന്നൊരു
വീഡിയോ ഇതിന്റെ എൻഡ് നമ്മൾ കൊടുക്കാൻ കൊടുക്കണം. അത് തീർച്ചയായിട്ടും സഹാബിയിൽ രജിസ്റ്റർ ചെയ്തു. എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വാക്സിൻ പേടിക്കേണ്ട ഒന്നല്ല എന്നൊരു മെസ്സേജ് തന്നെയാണ് നമ്മൾ തീർച്ചയായും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് പിന്നെ മാസ്ക് ഇല്ലാതെയും മറ്റു പ്രൊട്ടക്ഷൻ ഇല്ലാതെ നടക്കാനും പാടില്ല. അത് വളരെ പ്രധാനമാണ്. അതും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതായത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സ്വീകരിച്ചിരുന്ന എല്ലാ പ്രതിരോധ നടപടികളും അതുപോലെ തുടരണം. ഉദാഹരണത്തിന് ഹാൻഡ് വാഷ്, മാസ്ക് കെട്ടല്, സാമൂഹ്യ അകലം പാലിക്കല്, ഇതൊക്കെ നിർത്താൻ സമയമായിട്ടില്ല വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ചു. അതും ഒരു പ്രധാനമാണ്. നമ്മള് കഴിഞ്ഞ മാർച്ചിലാണ് നമ്മള് സൗദി അറേബ്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു മാർച്ചായി ഒരു വർഷം സത്യത്തിൽ നമ്മൾ എല്ലാവരും ഒരു സഫറിങ്, എല്ലാം ഒരു ഫൈറ്റ് ആയിരുന്നു. എല്ലാവരും നമ്മുടെ സ്വന്തം ലൈഫിനോട്, നമ്മുടെ ഹെൽത്തിനോട്, നമ്മുടെ സമൂഹത്തോട് എല്ലാവരും എന്ന് നമുക്ക് ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയുടെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നു വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ തന്നെ ഇവിടുത്തെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് വളരെ മെച്ചപ്പെടും. അപ്പൊ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റി ഒരു 70%, 60% ഒക്കെ ആയി, 60 മുതൽ 70% വരെയൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ സ്പ്രെഡ് പഴയതുപോലെ ഉണ്ടാകും. പിന്നെ ഈ വരുന്നവരെ നാട്ടിലേക്ക് പോയിട്ടുള്ള തിരിച്ചു വരുന്നവരെ അവരെയൊക്കെ ക്വാറന്റൈൻ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിൽ തന്നെ സൗദി അറേബ്യ ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സംശയമില്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ എല്ലാ ഇതിലും കോംപ്രമൈസ് ചെയ്തപ്പോഴും സൗദി അറേബ്യ അത്തരം വിഷയങ്ങളിൽ കോംപ്രമൈസ് ചെയ്തില്ല എന്ന് തന്നെയാണ് നമ്മൾ അനുഭവങ്ങൾ കാണിക്കുന്നത്. കാരണം എല്ലാ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഫ്ലൈറ്റിലും മറ്റുള്ളതിലും ഒക്കെ വന്നപ്പോഴും സെക്കൻഡ് വേവ് ഒക്കെ വന്നപ്പോൾ ഉടനെ ഫ്ലൈറ്റ് ക്ലോസിങ്ങും മറ്റുള്ള നടപടികളൊക്കെ പോയത് തീർച്ചയായിട്ടും ആളുകളുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് അവരുടെ മെയിൻ എയിം. എന്നതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം നമ്മളൊക്കെ സൗദി അറേബ്യയിൽ ജീവിക്കുന്നത് എന്ന് തന്നെ. അതിനിങ്ങനെ ഒരു സെയിം തന്നെ ഉണ്ടല്ലോ, അതായത് ഈ ബോൾഡ്നെസ് ഹാസ് പവർ, മാജിക് ആൻഡ് ഇന്റലിജൻസ്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവരിവിടെ ഹെൽത്തിൽ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ്സ് വെരി എക്സലന്റ് വേ ഓഫ് ഡീലിംഗ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ, നേരത്തെ ചോദിച്ച ഇതിന് API എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ്. വി ക്യാൻ യൂസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കണ്ടീഷൻ എന്ന് ശരിയാ. ക്യാൻ ബി യൂസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞ SLE, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ അതുപോലുള്ള ചില കണക്റ്റീവ് ടിഷ്യൂസ്, കൊളാജൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആളുകൾക്ക് വാക്സിൻ ഫലപ്രദമായി കൊള്ളാമെന്നുണ്ട്. അത് അവർക്ക് നിർബന്ധമില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടി നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. കോവിഡ് 1ാം തവണയും 2ാം തവണയും വന്നു കഴിഞ്ഞു. അത് മാറിയതിനു ശേഷം ഇപ്പോൾ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഇത് കോവിഡ് ഉണ്ടായതിനാലാണോ? അങ്ങനെയാണെങ്കിൽ അതിന് പരിഹാരം മെഡിസിൻ ആണോ അതല്ല മറ്റു മാർഗങ്ങളുമാണോ? അത് ഈ ചോദ്യത്തിന് ശരിക്കും അത് കോവിഡിന്റെ തന്നെ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ വരേണ്ടത് സൈക്കോളജി. ഇത് രണ്ടായാലും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു നെഞ്ചുരോഗ വിദഗ്ധനെ കണ്ട് എക്സ്റേ തുടങ്ങി, എക്സ്റേ ബേസിക് ആയിട്ട് എക്സ്റേ, രക്തപരിശോധന, ആവശ്യമെങ്കിൽ മറ്റ് CT പോലുള്ള ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഒരു വിദഗ്ധ ഡോക്ടറെ, നെഞ്ചുരോഗ വിദഗ്ധനെ കണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നിലനിൽക്കുന്ന പ്രശ്നം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ട് വിഷയം ഉണ്ടാവും. അപ്പൊ അത് സൈക്കോളജിക്കൽ നമ്മൾ പറയുന്ന അവസാനം എല്ലാം നോക്കിയില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിലെത്തുക. അതുകൊണ്ട് അത് പരിശോധിപ്പിക്കേണ്ടതാണ്. ICFന്റെ ഹെൽപ്പ് ഡെസ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടറോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. 3 തവണ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കണ്ടു. അത് നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, പോയിന്റ് തന്നെയാണ്. അതായത് ചില ആളുകൾക്ക് ഈ ഇതിന്റെ ഏതാണ്ട് 60 മുതൽ 90 ദിവസം വരെ പോസിറ്റിവിറ്റി നിലനിൽക്കാൻ അത് അവർക്ക് രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രോഗാണുവിന്റെ ചെറിയ അംശം ശരീരത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ അതിനെ എടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നത് തന്നെ 14 ദിവസം രോഗം വന്ന് ക്വാറന്റൈനിൽ ഇരിക്കുക, എന്നിട്ട് അവസാനത്തെ 3 ദിവസം ഒരു ലക്ഷണങ്ങളും ഇല്ല എങ്കിൽ രോഗം ക്യൂറായി എന്നാ പറയുന്നത്. പിന്നത്തെ പോസിറ്റിവിറ്റിയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. ഒരു ചോദ്യം വന്നത്, പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുന്നവർ എന്തുകൊണ്ടാണ് വാക്സിൻ 3 മാസത്തേക്ക് വാക്സിനേഷൻ എടുക്കരുത് എന്ന് പറയുന്നത്? തീർച്ചയായും അത് വളരെ പ്രധാനമായാണ്. അതായത് ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും ഈ വാക്സിൻ ഏത് തരത്തിൽ ഗർഭിണിയോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെയോ ഈ വാക്സിൻ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയാം. അതുകൊണ്ട് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നവരും വാക്സിൻ എടുക്കുന്നത് നല്ലതല്ല. അല്ലാതെ വാക്സിൻ എടുക്കേണ്ട ഒരു നിർബന്ധ അവസ്ഥയാണെങ്കിൽ 3 മാസത്തേക്ക് പ്രഗ്നന്റ് ആവാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്.
മിസ്റ്റർ രവി കൊല്ലം. തലസീമിയ പോലുള്ള രക്തജന്യ രോഗങ്ങളുള്ളവർക്ക് വാക്സിൻ എടുക്കാം. തലസീമിയ പോലുള്ള രോഗങ്ങൾ, ഈ ബ്ലഡ് ഡിസീസ് ഉള്ളവർക്ക് വാക്സിൻ കൊടുക്കുന്നതിനെ കുറിച്ച് ശരിയായ ഒരു നിഗമനം കൊടുക്കരുത് എന്ന് ബ്ലഡ് ഡിസീസ്. പിന്നെ മിസ്റ്റർ ബഷീർ ചോദിക്കുന്നു, കോവിഡ് പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കുമോ? കോവിഡിന്റെ ഈ കോവിഡ് അസുഖം, കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നതില് അത് ബാധിച്ചുകൂടായികയില്ല. പക്ഷെ നമുക്കൊരു ക്ലിയർ കട്ട് ഒപ്പീനിയൻ പറയാവുന്ന ഒരു സാഹചര്യം എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു പുതിയ പക്ഷെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അലർജി ഉള്ളവർ, അത് നമ്മൾ പറഞ്ഞു. അലർജി ഉള്ളവർ എടുക്കാമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വാക്സിൻ നേരത്തെ പറഞ്ഞല്ലോ, വാക്സിൻ ഈ കോവിഡ് വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്ത് സിവിയർ അലർജി കൊടുക്കും. ആസ്മ അലർജി ഉള്ളവർക്ക് നമ്മൾ കൊടുക്കും. പക്ഷെ അത് ഹൈ റിസ്ക് ആണ്. അതിന്റെ മരുന്ന് കഴിച്ചുകൊണ്ട് ആ പ്രൊട്ടക്ഷനോട് കൂടി ഒരു കവറാണ്, ഒരു മെഡിക്കൽ കവറിൽ അവർക്ക് വാക്സിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോ നമ്മള് സൗദി അറേബ്യ ഫാർമസികളിലും പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ വരും നടപ്പിലാക്കുന്നുണ്ട് പറഞ്ഞു. ഏതായാലും തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ നമുക്കത് പിന്നെ അവിടുന്ന് സൗജന്യമായി ലഭിക്കാം എന്നുള്ള നിലയിൽ തന്നെ അല്ലേ അവർ? തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ പ്രശ്നമായിട്ട് തന്നെ അവരുടെ എല്ലായിടത്തും. അത് ഈ തവക്കൽ സഹായത്തെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യായിരിക്കും നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള. ഇന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത് നമ്മളിപ്പോ ഏത് ഏരിയ നിന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്, നിയറസ്റ്റ് സ്ഥലത്ത് പോയി നമുക്ക് ചെയ്യാം. എന്നിട്ട് അവരത് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുമ്പോൾ മൊത്തം നാഷണൽ അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ആ ഹെൽത്ത് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇന്റർലിങ്ക് ചെയ്യണം അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടെലിമെഡിസിന്റെ എല്ലാ സാധ്യതകളല്ല, പരമാവധി സാധ്യതകൾ സൗദി ഗവൺമെന്റ് ഇതിൽ പ്രയോഗിക്കുന്നത്. അത് മറ്റു രാജ്യങ്ങൾക്കും അത് മാതൃകയാക്കാവുന്നതാണ്. ഇപ്പൊ തുടക്ക സമയത്ത് പിന്നെ ഇവിടെ പിന്നെ RT-PCR തന്നെ വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോ ആന്റിജൻ ടെസ്റ്റ് ഒക്കെ ഇവിടെ ആയി എന്നുള്ളതിൽ റിയാദ് എയർപോർട്ടിലൊക്കെ കഴിഞ്ഞ പിന്നെ ആന്റിബോഡി ടെസ്റ്റുകളൊക്കെ ആദ്യം അത് ഇല്ല. കാരണം നമുക്ക് അപ്പോൾ വേണ്ടത് എനിക്ക് ഡിസീസിന്റെ സ്പ്രെഡ് കൃത്യമായി കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളത് RT-PCR ആണ് കൃത്യത. അത്ര ഒരു കൃത്യത മറ്റേതിനുണ്ടാവില്ല. 60-70% പറയാൻ പറ്റും. ഇത് ആക്യുറേറ്റ് ആണ്. എങ്കിലും ഇപ്പോഴും ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് RT-PCR ടെസ്റ്റ്, മോളിക്കുലർ ടെസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ വന്ന സൂമിൽ വന്ന ചോദ്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടോ? 1-2 ചോദ്യങ്ങളൂടെ വന്നിട്ടുണ്ട് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള നമ്മളെ കുട്ടികളുണ്ട്, ഡിസേബിൾ ഒക്കെ ആയിട്ടുള്ള ആ കുട്ടികൾക്ക് എടുക്കുന്നതിലുള്ള റിസ്ക് എന്താണ്? അല്ല, നമുക്ക് 16 വയസ്സ് താഴെ കുട്ടികളെ വിഷയം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. കുട്ടികള്, ഗർഭിണികൾ, അല്ല ഓക്കെ, ഈ കുട്ടികള് ഓക്കെ ഏജ് ആണെങ്കിൽ പോലും അപ്പൊ വെച്ചോടാണെങ്കിൽ പോലും അവരത്ര ഇതല്ല, സ്പെഷ്യൽ നീഡ്സ് അവർക്ക് കഴിയുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കുകയായിരിക്കും നല്ലത്. എന്നാലും 16 വയസ്സിന് മേലാണെങ്കിൽ കൊടുക്കുന്നില്ല അപകടമില്ല. പക്ഷെ കെയർ വേണം, നല്ല കെയർ വേണം. കാരണം അവർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ചിലപ്പോൾ പറയാറിയാൻ പറ്റാത്ത ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കണം. പോസ്റ്റ് വാക്സിനേഷൻ കെയർ നന്നായിരിക്കണം. ഇനി നമുക്ക് ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മള് നമ്മുടെ ശ്രോതാക്കളുടെ കണ്ടോണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ കൊടുക്കാം. ആർക്കെങ്കിലും ബൈക്ക് ഉണ്ടെങ്കിൽ അതെ, നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് IC പ്രവർത്തകരുടെ ഇടയിലേക്ക് നല്ലവണ്ണം നമ്മളൊരു ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നു. അതിന് വാക്സിൻ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഇത് എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഇതേക്കുറിച്ചുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ് സൗദി അറേബ്യയിൽ തന്നെ വാക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മള് വെറുതെ നമ്മള് ആരെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ട ഒന്നല്ല. തീർച്ചയായിട്ടും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പോകണം എന്നുള്ളതല്ല. കാരണം ഇത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. വാക്സിൻ എത്താൻ വൈകിയതിനാല് ലോകം ഏകദേശം 1 ഇയർ ബ്ലോക്കായി നമ്മൾ. പക്ഷെ മറ്റൊരു പ്രത്യേകത പറയുന്നത് ആദ്യമായിട്ടാണ് ഈ mRNA എന്ന് പറയുന്ന ടൈപ്പ് വാക്സിൻ വരുന്നത്. അപ്പൊ ഒരു ഡിസീസിന് വേണ്ടി, ഒരു ഫ്ലൂ പോലുള്ള ലക്ഷണത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു അംഗീകാരം കൊടുക്കുന്നത് ഇങ്ങനത്തെ mRNA വാക്സിൻ. അത് ഫലപ്രദമാണെന്ന് കണ്ടു. അത് മുമ്പൊക്കെ അത് പരീക്ഷണത്തിൽ
അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു. അപ്പൊ അത്രയും റാപ്പിഡായിട്ട് നമുക്ക് വേണ്ടി വന്നതുകൊണ്ട് ഇത് ഉപയോഗിച്ചു. ഇത്രയേറെ മരണം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഴയ 1921 ആ ഫ്ലൂവിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും ഒരു വലിയൊരു എന്നുള്ളതാണ്. ഏതായാലും അത് വല്ലാതെ വൈകാതെ വേൾഡ് കൺട്രോൾ ചെയ്യാൻ വർഷം ഷോർട്ട് ടൈം തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നെ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തികമായി അതൊരു വിഷയമാണ്. ബ്രസീലൊക്കെ ഇന്നും മരണ റേറ്റ് വളരെ കൂടുതലുണ്ട്. ബ്രസീൽ ഭയങ്കരമായിട്ട് കൂടുതൽ. പിന്നെ ഇതില് നമ്മുടെ അമേരിക്കയിൽ പോലും എത്ര ഇപ്പോഴും ഇനിഷ്യലി വന്ന വീഴ്ചയാണ് അതിനൊക്കെ കാരണം. പക്ഷെ ആ ഇനിഷ്യലി വന്ന സമയത്ത് ഈ സൗദി അറേബ്യ എടുത്ത സ്റ്റാൻഡ് വളരെ നന്നായി. അതാണ് പ്ലസ് പോയിന്റ് ആയിട്ട് അത് നമ്മൾ അഭിനന്ദിക്കുന്നത്. കാരണം അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഹജ്ജ് അതേപോലെ ഉംറ ആ വിഷയങ്ങൾ അവരെടുത്തതും അതിലുപരി അവിടുത്തെ ബിസിനസ് ഒന്നും കെയർ ചെയ്യാതെ അവര് ലോക്ക്ഡൌണും അതേപോലെ കർശന നിയമങ്ങൾ മാസ്ക് ഇടാത്തവർക്കുള്ളത് നടത്തിയത് കൊണ്ടാണ് സത്യത്തില് ഇങ്ങനെ ഒരു ലെവലിലേക്ക് സൗദി അറേബ്യ അതുപോലെ തന്നെയല്ലേ ഈ ആരാധനാലയങ്ങൾ അടച്ചിടാനുള്ള കണിശമായ തീരുമാനം സൗദി അറേബ്യ ഉണ്ടായതെന്ന് പറയുന്നത്. അത് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങൾക്കും മറ്റു മതസ്ഥർക്ക് അവരുടെ ആരാധനാലയങ്ങൾ അടച്ചിടാൻ ഒരു പ്രചോദനം. തീർച്ചയായും കാരണം അതൊരു ബോൾഡ് സ്റ്റെപ്പ്. തീർച്ചയായും കാരണം ഒരു നിമിഷം ഒഴിവില്ലാത്ത മക്ക ഹറമിന്റെ കഅബയുടെ തവാഫ് പരിസരമൊക്കെ അതേപോലെ ഉംറയുടെ സർവീസ് ഹജ്ജിന്റെ ആണെന്നുണ്ടെങ്കിൽ ഹജ്ജൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങള് മില്യൺസ് വന്ന് പോവുന്ന അതൊരു ഭാഗം കൂടെയുള്ള ഹോട്ടലും മറ്റുള്ളതും ഒക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ടും അവര് അതിനെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നത് നമുക്ക് അഭിനന്ദിക്കേണ്ട. തീർച്ചയായിട്ടും ലോകം ഒന്നായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് ആവശ്യമില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ. ഈ രോഗം വളരെ പീക്കായി ലോക്ക്ഡൌൺ വന്നു. ആ സമയത്ത് ഈ ആളുകൾ യാത്ര ചെയ്യണം, നാട്ടിൽ പോകണം ഒരു ബഹളം കൂട്ടിപ്പോ ഒരു പ്രോഫിറ്റിന്റെ ഒരു വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെ, ഒരു അതായത് പറച്ചുകാരൻ പുറപ്പെട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടരുത് പുറപ്പെടരുത്. എവിടെയുണ്ടോ നിങ്ങൾ അവിടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഇവിടെ അത് വളരെ ആപ്ലിക്കബിൾ. എല്ലാവരും അത് പറയുകയും ചെയ്യും. പ്രോഫിറ്റ് റീച്ചിങ് എന്നാണ് പാലിക്കേണ്ടത്. അതുകൊണ്ട് കുറെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അതിന്റെ ശേഷമാണ് നമ്മൾ ICF അടക്കമുള്ളവരെല്ലാം പിന്നീട് ചാർട്ടർ ഫ്ലൈറ്റിലേക്ക് ഒരു ഏകദേശം റെഗുലേറ്റ് ചെയ്ത ശേഷം മാത്രമല്ല ആ സമയത്ത് നമ്മളെ ഇവിടെ ആശുപത്രികളൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുകയും പിന്നെ ഇവരുടെ ജീവൻ പ്രശ്നമാകുന്ന സന്ദർഭം ഒരു കണ്ടീഷൻ എത്തി. ഹെൽപ്പ് ഡെസ്ക് ഏകദേശം 1000-ന്റെ അപ്പുറത്ത് ആളുകളെ ICF ഇവാക്യുവേഷൻ ഫ്ലൈറ്റ് വഴി സ്വന്തമായി അതേപോലെ നമ്മൾ മെഡിസിൻ എത്തിച്ചു അവിടുന്ന് ഫ്ലൂ കിറ്റ് നമ്മളാണ് ഇറക്കി. അതിന് ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ ഇബ്രാഹിം കരീം സാഹിബാണ് സൗദി അറേബ്യയിൽ ഒരുപക്ഷെ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാളും പ്രിസ്ക്രിപ്ഷൻ അത് നമ്മള് 1-2 സ്പോൺസേഴ്സ് വഴി അവരത് നമുക്ക് തന്നു. നമ്മളത് കൃത്യമായിട്ട് തന്നെ അതിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് തന്നെ ആളുകൾക്കൊക്കെ ആ ഏരിയയിലൊക്കെ അത് എത്തിച്ചമായി അതായത് ചെയ്ത വലിയൊരു സേവനം. അതേപോടൊപ്പം തന്നെ പിന്നെ ചില മരുന്നുകൾ ഡോക്ടർക്ക് നമ്മൾ ചോദിച്ച ഓൾട്ടർനേറ്റീവ് കിട്ടാത്ത മരുന്നുകൾ, അതേപോലെ അങ്ങനത്തെ ചില പ്രത്യേകിച്ചും ചില മിക്സർ മരുന്നുകളൊക്കെ അവിടെ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ DHL കൊറിയർ സർവീസ് വഴി നമ്മളത് കൊണ്ടുവന്ന് അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് ഈ ഇവാക്യുവേഷൻ ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ തുടങ്ങുന്നത് പിന്നെ ഒരു സ്റ്റേജ് റെഗുലേറ്റ് ആയതിനു ശേഷം ആദ്യം നമ്മൾ ലോക്ക്ഡൌണിനെ സ്തംഭിച്ചെന്ന് നിന്നു. അതെ, അത് അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു ഇതിൽ തന്നെ ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഗ്രാജുവലി ഒരു മാറ്റം വന്നത്. ഒക്കെ തീർച്ചയായിട്ടും അതിന് ക്ഷമ തന്നെയാണ് അതിന്റെ ആവശ്യം. അത് തന്നെയാണ്. നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ? ചോദ്യങ്ങൾ ഇപ്പോ പിന്നെ റൌഫ് ചോദിച്ചത് ഞാൻ നേരത്തെ ചോദിച്ചതല്ലേ, റാപ്പിഡ് ടെസ്റ്റിന് ആദ്യം അനുമതി ഇല്ലായിരുന്നു, പിന്നെ അനുമതി ലഭിച്ചതാണോ അതോ മിസ്ലീഡിംഗ് ന്യൂസ് ആയിരുന്നോ എന്ന് ചോദിച്ചു. അല്ല, ആദ്യം അമോച്ചിന്റെ റാപ്പിഡ് ടെസ്റ്റിന് അനുമതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ആദ്യം ഇല്ല, അവർ കണിശമായിട്ട് ഇത് തന്നെയാണ് PCR നിർബന്ധമായി. മറ്റേത് അവർ സമ്മതിക്കുന്നില്ല. അത് നമ്മൾ പല ചർച്ചകളോട് പറഞ്ഞു. എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നിർബന്ധമാക്കി ഇപ്പൊ തന്നെ ചില വിയോജിപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് വന്ന ഈ രണ്ടാമത്തെ PCR യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പബ്ലിക് വേണ്ടി നോക്കുമ്പോ അതിന്റെ ഒരു ആവശ്യകത ചോദ്യം ചെയ്തിരിക്കും. ഇവിടുന്ന് ഒരു RT-PCR ചെയ്തു പോകുന്നതാണ് വീണ്ടും എയർപോർട്ടിൽ ഒരു ഇലക്ട്രീവായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതിയാകും എന്നുള്ള അഭിപ്രായം. പിന്നെ ഇനി ആരെങ്കിലും ചോദ്യം?
വൺസ് കോവിഡ് വന്നു കഴിഞ്ഞാൽ സുഖപ്പെട്ടാലും ലങ്സിന്റെ ആയുസ് കുറയാൻ എന്ന് പറയുന്നത് ശരിയാണോ? നമ്മളെ അത് പൂർണ്ണമായിട്ടും ശരി. എന്ന് വെച്ചാല് അത് എത്ര ബാധിക്കും എന്നുള്ള അനുസരിച്ചാണ്. അപ്പൊ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായാൽ, ചെറിയൊരു മുറിവ് ഉണ്ടായാൽ അത് പൂർണ്ണമായിട്ടും ഒരു ഷെല്ല് പൊട്ടിയാൽ കുറച്ച് സമയം കൂടെ എടുക്കും. പക്ഷെ അത് തലച്ചോറിന് ബാധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. എന്ത് പറഞ്ഞ പോലെ ലങ്സിന് എത്രമാത്രം അത് ബാധിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് അതിന്റെ ഔട്ട്കം പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക എന്നുള്ളതാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വൺസ് കോവിഡ് വരാൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു കോവിഡ് ടെസ്റ്റ് എടുത്തു, അത് പോസിറ്റീവായി. അതെ, വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തു, അത് പോസിറ്റീവായി. പിന്നെ അയാൾ എത്ര വെയിറ്റ് വരും? നേരത്തെ പറഞ്ഞ അതന്നെ അത് ഏത് എത്ര കാലയളവിലാണ് രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ അതിൽ ചെയ്യേണ്ടതാണ്, ഒരാളൊരു ടെസ്റ്റ് പോസിറ്റീവ് 14 ദിവസം പിന്നെ വേറെ ടെസ്റ്റ് ചെയ്യേണ്ടതില്ല. ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. ട്രാവൽ ചെയ്തെങ്കിലും ട്രാവൽ ക്ലിയറൻസ് വേണം, അത് വേണം. പക്ഷെ അവിടെ തന്നെ നിൽക്കുക. ഇപ്പൊ റിയാദിൽ ഒരാൾ ടെസ്റ്റ് ചെയ്യും, ഇന്നിപ്പോ 6-ാം തീയതിയാണ്, 14, 6, 20. 20-ാം തീയതി മുന്നേ അദ്ദേഹം വേറെ ടെസ്റ്റ് ചെയ്യരുത്. ഇനി 20-ാം തീയതി വരെ ടെസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് ഈ 20, 19, 18 തീയതികളിൽ യാതൊരു ലക്ഷണവും ഇല്ലെങ്കിൽ അദ്ദേഹം ക്യൂറായി എന്ന് പറയും. പക്ഷെ ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ടെസ്റ്റ് ചെയ്താൽ നമ്മള് കൂടുതൽ ടെൻഷൻ ആവും. ഇപ്പൊ ഇന്നലെയും എനിക്ക് 1-2 കാളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യണ്ട എന്നുള്ള അഭിപ്രായമാണ്. ഈവൻ കോവിഡ് വന്നാൽ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും നാഷണൽ ഗാർഡിലുള്ള ആശുപത്രിയിൽ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ 3 ദിവസം സിംറ്റം ഫ്രീ ആണെങ്കിൽ അവരെ നമ്മള് തിരിച്ച് റെസ്യൂം വർക്ക് ഓതറൈസേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെയാണ് അത് ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ വേറെ ചോദ്യം, ഇവിടെ നിന്ന് വാക്സിൻ എടുത്ത് നാട്ടിൽ പോയാൽ പിന്നെ അവിടെ ക്വാറന്റൈൻ ആവശ്യമുണ്ടോ? വാക്സിൻ എടുത്ത് നാട്ടിൽ പോയാൽ ക്വാറന്റൈൻ വേണമെന്ന് ചോദിച്ചാൽ ക്വാറന്റൈൻ ആവശ്യമാണ്. പക്ഷെ അതിന് എത്ര പീരീഡ് എന്നുള്ള കാര്യത്തിലാണ് ക്വാറന്റൈൻ വേണ്ടി വരും. കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വാക്സിൻ എടുത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ക്യാരിയേഴ്സ് ആയി വന്നില്ല. വാക്സിൻ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയെന്നുള്ളതിനും നമുക്ക് ഉറപ്പില്ല. ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ 7 ദിവസത്തെ ക്വാറന്റൈൻ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ്. പിന്നെ വേറെ നമ്മള് ഈ വാക്സിൻ ഒരു ഡോസ് ആയിട്ട് എടുക്കുന്നതാണ്, അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോസ് എങ്ങനെയാണ്? അപ്പൊ ഇപ്പൊ ഉള്ള മിക്ക വാക്സിനുകളും 2 ഡോസാണ്. ജോൺസന്റെ ഇപ്പൊ വരാൻ പോകുന്ന വാക്സിൻ 1 ഡോസ്. അപ്പൊ അത് ഒരു ഡോസ് കഴിഞ്ഞ ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ട്? അത് വ്യത്യസ്തമാണ്. ചില വാക്സിൻ ഇപ്പൊ ഈ പറയുന്ന അതിന്റെ ഒരു ചാർട്ട് എന്റെ കയ്യിലുണ്ട്, ഞാനത് പറയാം. അതായത് ഈ പറഞ്ഞ ഫൈസറിന്റെ വാക്സിൻ 21 ഡേയ്സ് കഴിഞ്ഞാണ് സെക്കൻഡ് ഡോസ് എടുക്കാൻ ആദ്യം പറഞ്ഞത്. മറ്റേതാണ് കോവിഷീൽഡ് ആണെങ്കിൽ 21 to 28 ഡേയ്സ്. പക്ഷെ ഇതൊക്കെ ഇച്ചിരി വൈകി രണ്ടാമത്തെ ഡോസ് എടുത്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരാൾ 4 to 6 വീക്സ് കഴിയും. ഇവിടുന്ന് ഒരാൾ വാക്സിൻ എടുത്താൽ അത് സെക്കൻഡ് ഡോസ് ഇവിടുന്ന് തന്നെ തീർക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പറഞ്ഞു. അത് പക്ഷെ അങ്ങനെ പറയാൻ കഴിയും. കാരണം പുള്ളി തിരിച്ചു വരുന്നത് 2 മാസം 3 മാസം കഴിഞ്ഞൊക്കെ ആണെങ്കിലും അത് വൈകി പോകും. എങ്കിലും ഒരു 2 മാസം 4 to 6 വീക്സിനുള്ളിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ. അതേ കമ്പനി എടുക്കണം നമ്മൾ ആദ്യം പറഞ്ഞു. അത് തന്നെ. അങ്ങനെ അത് ഉറപ്പുവരുത്താൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡോസ് എടുത്താണ് സെക്കൻഡ് ഡോസും അതേ കമ്പനി എടുക്കാം. പക്ഷെ അതിലിപ്പോ നമുക്കൊക്കെ ഒരു ചോയ്സ് ഉണ്ട്. ആസ്ട്രസെനിക്ക ഇന്ത്യൻ വാക്സിൻ ഇവിടെ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ചോയ്സ് എടുക്കാം. അവിടെ സെക്കൻഡ് ഡോസ് അവിടെ എടുക്കാം. ഫൈസറിന് മാത്രം പ്രശ്നം വരും. ഫൈസറിന് അത്ര വാക്സിൻ എടുത്തവർക്ക് എന്തെങ്കിലും റെക്കോർഡിക്കലി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? എംഒഎച്ചിന്റെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത് അവിടെ ഒരു കാർഡ് കൊടുക്കും. ആ കാർഡ് ഇന്റർനാഷണലി യൂസ്ഫുൾ ആകുന്നുണ്ടോ? എങ്ങനത്തെ ഒരാളുണ്ട് ആകേണ്ടതാണ്. കാരണം ഒരു ഗവൺമെന്റ് കൊടുക്കുന്നത്. അസ്സലാമു ഡോക്ടറെ, ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റാണേ. നമ്മുടെ നാട്ടില് സംശയങ്ങളും ഉണ്ടാവാറുണ്ട് പൊതുവെ. പക്ഷെ സത്യത്തിൽ ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മൾ കൃത്രിമമായി രോഗിയാക്കിയിട്ട് മാറ്റുന്നതാണോ അല്ല എങ്ങനെയാണ് അതിന്റെ ഒന്ന് പറയാമോ? ക്ലിയർ ആണോ? അത് ഓക്കെ. നമ്മുടെ വാക്സിനേഷൻ പൊതുവെ നാട്ടില് ഒന്ന് ഓഫാക്കി
വാക്സിനേഷൻ പൊതുവെ എതിർപ്പുണ്ട് നാട്ടിലൊന്നും ഇവർക്കൊന്നും എതിർപ്പുണ്ടാവാറുണ്ട്, പ്രതിരോധ എതിർക്കാറുണ്ട് നാട്ടിൽ. അതുപോലെ ഇത് ഈ കോവിഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കൃത്രിമമായി രോഗിയാക്കിയിട്ട് പിന്നെ ഇതിന്റെ പ്രതിരോധം തീർക്കുന്നതാണോ, എന്താണ് ഇതിന്റെ പ്രവർത്തനം എന്നൊന്ന് പറയാമോ? ഈ പറയാമല്ലോ. വാക്സിനേഷൻ ഈ വാക്സിൻ എടുക്കുന്ന ആരും രോഗികളാകുന്നില്ല. കാരണം രോഗാണുവിനെ അല്ല കുത്തിവെക്കുന്നത്. ഒന്ന് ഈ mRNA വാക്സിൻ ആണെങ്കിൽ അതിന്റെ ഈ രോഗാണുവിന്റെ ഘടകങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോവാക്സിൻ ആണെങ്കിൽ അതിന്റെ വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്ത വാക്സിൻ ആണ്. ഒരിക്കലും വാക്സിൻ എടുത്ത് രോഗം വരില്ല 100%. പക്ഷെ ഫ്ലൂവിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. അത് ചെറിയ ലക്ഷണം അനുസരിച്ചുള്ള ചികിത്സ കൊടുത്താൽ മതി. അല്ലാതെ രോഗിയാക്കിയിട്ട് ചികിത്സിക്കുകയല്ല. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ആ ചോദ്യം അബ്ദുൽ ഖാദർ സാഹിബ് ചോദിച്ചതിനോട് ചേർന്നുകൊണ്ട് എനിക്ക് ഒരു ചോദ്യം ഇവിടെ വന്നത്, പോളിയോ വാക്സിനേഷനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും കാലാകാലങ്ങളായി കേൾക്കാറുണ്ട്. സത്യമോ സത്യമോ? അതുപോലെ ഇപ്പൊ കോവിഡ് വാക്സിനെ പറ്റി കേൾക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? എന്താണ്? അല്ല, ഇപ്പൊ ഏതൊരു വാക്സിനും ഒരു വളരെ അപൂർവമായിട്ട് അതിന്റെ റിയാക്ഷൻ വരാം. പോളിയോ വാക്സിൻ എടുക്കുന്നതിൽ വളരെ അപൂർവമായിട്ട് പാരാലിസിസ് വരുന്ന വില്യം ബാരി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പാരാലിസിസ് ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. അത് വളരെ വളരെ ലക്ഷത്തിലൊന്നാണ്. അതുപോലെ എല്ലാ വാക്സിനും കുറച്ചൊക്കെ സൈഡ് എഫക്റ്റ് വരും. അത് ആർക്ക് വരും ആർക്ക് വരില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. നമ്മളിപ്പോ ഏതൊരു മരുന്നിന്റെയും ഗുണം പറയുന്ന അല്ലെങ്കിൽ ഏതൊരു ചികിത്സാ രീതിയുടെ ഗുണം പറയുന്നത് അതിന്റെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയാണ്. അതിന്റെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം വളരെ ഉപകാരപ്രദമായ കുറെ വിഷയങ്ങൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. അതിന് സാന്ദർഭികമായിട്ട് ഒരു വിഷയം ചോദിക്കാനുള്ളത്, നിലവിൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് അത് വേൾഡ് തലത്തിൽ തുടങ്ങുന്ന സമയത്ത് ചില സൈഡ് എഫക്റ്റുകൾ ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതുകൊണ്ട് പൊതുസമൂഹത്തിൽ പലരും ഈ വാക്സിനേഷന്റെ വിഷയത്തിൽ കുറച്ച് ഭീതി അവരുടെ മനസ്സിലുണ്ട്. നിലവില് വാക്സിനേഷൻ എടുത്ത ആളുകൾ തന്നെ രണ്ടാമത്തെ ദിവസമൊക്കെ അത്യാവശ്യം പനിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു വിഷയമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഈ പല ആളുകളും ഇപ്പൊ ചിന്തിക്കുന്നത് ആദ്യം കുറെ ആളുകൾ എടുക്കട്ടെ വാക്സിൻ, ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വാക്സിൻ അപ്ലൈ എടുക്കാം. അങ്ങനെ ഒരു സൊസൈറ്റിയോട് ഡോക്ടർക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത വെക്കേണ്ട ഒരു കാര്യം. കാരണം ഈ വാക്സിൻ എടുക്കുന്ന എല്ലാവർക്കും, ഞാൻ നിങ്ങളെ സ്ലൈഡ് കാണിച്ച സമയത്ത് നിങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എല്ലാവർക്കും ചെറിയ തോതിൽ ഉള്ള സൈഡ് എഫക്ട്സ് വരാം. അത് ഇന്നെടുത്താലും നാളെ എടുത്താലും ആ സൈഡ് എഫക്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മാറി നിന്നുകൊണ്ട് പിന്നെ കണ്ടിട്ട് ചെയ്യാമെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. അത് വെറും ഒരു തോന്നല് മാത്രം. താങ്ക്സ്. ഈ ചോദ്യം ചോദിക്കുന്നവര് അതിന്റെ വാട്സാപ്പിൽ ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് C2 പേഷ്യൻസിന് വാക്സിൻ എടുക്കാമോ? C2 എന്താണെന്ന് ആ വാക്സിൻ ചെയ്താണെന്ന് അതെന്താണെന്ന് ക്ലാരിഫൈ ഒന്ന് ക്ലാരിഫൈ ചെയ്യും. ഓക്കെ. ഇനി ആരെങ്കിലും റീസാൻഡ് ചെയ്തിട്ടുണ്ട് പലരും. അവരെ ക്ഷണിച്ചാല് നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഡോക്ടർ പറഞ്ഞ ആൻസർ എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ചെറുങ്ങനെ ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ എന്ന് അറിയില്ല. ആദ്യമായിട്ട് പിന്നെ കോവിഡ് വന്നു, രണ്ടാം പ്രാവശ്യവും വന്നു, ക്വാറന്റൈനൊക്കെ ഇരുന്നു, എല്ലാം ക്ലിയർ ആയി. അതിനുശേഷം ശ്വാസം മുട്ടുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ ഒക്കെ ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണോ? അത് ആദ്യം ഉണ്ടായത് കൊണ്ടാണോ? ഇനി അതല്ല വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയി? അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ, ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് പരിശോധിപ്പിക്കണം. വേണ്ടി വന്നാൽ എക്സ്റേ
നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ പൈസ വേണമെങ്കിൽ ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. അതായത് ഈ അസുഖം വന്നതിന്റെ ഭാഗമായിട്ട് ശ്വാസകോശത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന ഒരു നെഞ്ചുരോഗ വിദഗ്ധനെ കാണുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു തോന്നല് വാങ്ങാം. അപ്പൊ ഇത് തമ്മിൽ വേറെ തിരിച്ചറിയണമെങ്കിൽ ഡോക്ടർ കണ്ട് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, ക്ലിയർ ആയി കരുതുന്നു. ക്ലിയർ ആണോ? സംശയം? C2ന്റെ ഇത് വന്നത് ലുക്കീമിയ, ലിംഫോസിസ് ലുക്കീമിയ. സി അല്ല, CLL ആണ്. അത് നിങ്ങൾ സി ക്യാപിറ്റലും അതിന്റെ ഇത് വന്നത്. ക്രോണിക് ലിംഫോസിസ് ബ്ലഡ് ഡിസോർഡേഴ്സ് കൊടുക്കാത്തതാണ്. നെക്സ്റ്റ് ആരെങ്കിലും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡ്രൈവ് ത്രൂ വാക്സിനേഷൻസിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയാമോ? നിങ്ങൾ പറയുന്ന ആളെ പേര് കൂടി പറഞ്ഞിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. ചോദ്യം ഒന്ന് ആവർത്തിക്കാം. പേര് പറഞ്ഞു. ഹലോ ഈ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻസിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ ഡ്രൈവ് ചെയ്ത് പോണതിന് ബുദ്ധിമുട്ടുണ്ടോ? ഡ്രൈവ് ത്രൂ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തെങ്കിലും അലർജിക് റെസ്പോൺസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും അത്. ഡോക്ടർ സൈനുദ്ദീന്, പിന്നെ അലോപ്പതി അല്ലാതെ ആയുർവേദ മരുന്ന് വരുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വന്നുവല്ലോ. വന്നല്ല പിന്നെ ഫലപ്രദാന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം ഇത് സംസാരിക്കുന്നത് കേട്ടു. WHO നിഷേധിച്ചു. അങ്ങനെ വല്ല മരുന്നുണ്ട് അലോപ്പതി അല്ലാതെ, വാക്സിൻ അല്ലാതെ? സോറി, സെൻട്രൽ മിനിസ്റ്ററിന്റെ പറഞ്ഞതാണ്. അതെ, എക്സാക്ട്ലി, അതെ, നമ്മുടെ രാംദേവിന്റെ. അതിനോട് ഞാൻ ഉൾപ്പെടുന്ന ആധുനിക മെഡിക്കൽ വൈദ്യശാസ്ത്ര ഡോക്ടർമാരെല്ലാം എതിരാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ ഡോക്ടർ കമ്മ്യൂണിറ്റിക്കോ മോഡേൺ മെഡിസിൻ ഡോക്ടർ കമ്മ്യൂണിറ്റിക്കോ ഒരു ധാരണയുമില്ല. അതിനോട് യോജിക്കാനും സാധിക്കുന്നില്ല. ഓക്കെ, അതോടൊപ്പം ചേർത്ത് അഷ്റഫ് ചോദിക്കൂ. വയൽക്കര. ഞാൻ അഷ്റഫ് ആയർ, മിലിറ്ററി ഹോസ്പിറ്റലിൽ കാർഡിയക് സെന്ററിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓൾറെഡി 10 ദിവസമായി ഇപ്പോൾ വാക്സിൻ കൊടുക്കുന്നു. പല വ്യത്യസ്ത കമ്പനികളിലാണ് വാക്സിൻ ഉള്ളത്. അപ്പോൾ സാറോട് ചോദിക്കാനുള്ളത്, ഏത് കമ്പനിയാണ് ബെറ്റർ എന്ന് ഒന്ന്. മറ്റൊന്ന്, നേരത്തെ നിങ്ങൾ ഇവിടെ പറഞ്ഞു വ്യക്തി ഒന്നുകൂടി ചോദിക്കുന്നു, പിന്നെ നമ്മളിപ്പോൾ ഈ വാക്സിൻ എടുത്ത് സെക്കൻഡ് ഡോസ് 1-2 മാസം കഴിയുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അല്ല, അത് സാധാരണ ഇതില് വാക്സിൻ എടുത്ത് രണ്ടാമത്തെ ഡോസ് ആ പർട്ടിക്കുലർ വാക്സിൻ പറയുന്ന സമയത്താണ് എടുക്കേണ്ടത്. പിന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? നമ്മളിപ്പോ അതിൽ 1-2 കാര്യങ്ങളുള്ളത്. നമ്മൾ എടുക്കുന്ന വാക്സിന്റെ തന്നെ ആയിരിക്കണം സെക്കൻഡ് ഡോസ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ വരുന്ന ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ പക്ഷെ 1 ഡോസാണ്. അത് പക്ഷെ ഇവിടെ ഇല്ല. അമേരിക്കയിൽ അത് ലൈസൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. WHO അംഗീകാരം അതിനായിട്ടില്ല. മറ്റ് 2 വാക്സിൻ, ഈ ഫൈസർ വാക്സിൻ 21 ഡേയ്സ് കഴിഞ്ഞാണ് സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. എങ്കിലും ഒരു 2 മാസം വരെ വൈകിയാലും കുഴപ്പമില്ലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അതുപോലെ തന്നെ കോവാക്സിനും ഒക്കെ നമ്മൾ പറയുന്നത് 4 to 6 വീക്സ് കഴിഞ്ഞിട്ടാണ്.
ഇപ്പൊ അതിന്റെ വാക്സിന്റെ അവൈലബിലിറ്റിയും മറ്റ് കാരണങ്ങളാലും കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ബ്രിട്ടനിൽ പോലും ഈ പറഞ്ഞാൽ ഫൈസർ വാക്സിൻ 80 ദിവസം കഴിഞ്ഞിട്ട് കിട്ടാത്ത ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഡോക്ടർ എന്റെ ഒരു ക്ലാസ്മേറ്റ് ഡോക്ടർ തന്നെ ഈയിടെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് 85 ദിവസമായി സെക്കൻഡ് ഡോസ് അവർ കിട്ടിയിട്ടില്ല. പക്ഷെ താമസിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് വാക്സിന്റെ അവൈലബിലിറ്റി ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇവരാരും ചോദിക്കുന്ന കാര്യമില്ല. അതായത് വാക്സിൻ എടുത്താൽ പിറ്റേന്ന് മുതൽ നമുക്ക് അസുഖം വരില്ല എന്നുള്ള ധാരണയാണ്. 14 ദിവസം മിനിമം കഴിഞ്ഞാലേ വാക്സിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അത് സെക്കൻഡ് ഡോസ് എടുത്ത് 14 ദിവസം കഴിയുമ്പോഴാണ് ശരിക്കുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ അതുവരെ ഈ പറഞ്ഞ മാസ്കും ഇത് വീണ്ടും അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വാക്സിൻ എടുത്തിട്ട് പിറ്റേന്ന് സിംറ്റം വന്നാൽ നമ്മൾ വീണ്ടും കോവിഡ് ടെസ്റ്റ്, PCR ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട സ്ഥിതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരുപാട് ക്വസ്റ്റ്യൻ ഏത് കമ്പനി പ്രിഫർ ചെയ്യണം എന്നുള്ള സാർ പറഞ്ഞില്ല. ഒരാളെ എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ ടൈം ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉള്ളതാണ്, ഡോക്ടർക്കും നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. അല്ല സാറേ ഇതിൽ ഏത് കമ്പനി റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളത് സാർ പറഞ്ഞില്ല. കേൾക്കുന്നില്ലേ? എന്റെ സംശയം, കാരണം ഇപ്പോ ഡോക്ടർ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് മാസ്ക് ഒക്കെ ധരിച്ച് ആ ശരിക്കും പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ നമ്മൾ നടക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരില്ല എന്നൊരു ഉറപ്പ് ഇത് പറയുന്നില്ല. അതുപോലെ പല മേഖലകളിലുള്ള ആളുകൾക്കും ഈ വാക്സിൻ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്സിൻ എടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ് ഇതിലൂടെ നമുക്ക് പറയാം? കാരണം കുറച്ചാളുകളെ ഒഴിവാക്കുന്നു. അല്ലെ, ഏകദേശം എടുക്കുന്ന ആളുകളില് ഇപ്പൊ ഫൈസർ ആണെങ്കിൽ 95% വരെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നത്. ഇനി മൊഡേർണ വാക്സിൻ അമേരിക്കയിലുണ്ട്, അതും പറയുന്നത് 95%. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആസ്ട്രസെനക്ക വാക്സിന് 90% പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് 10 ആളുകൾ എടുത്താൽ 9 പേർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ്. പിന്നെ ആരാണ് ഈ 10 പേര് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് വിചാരിച്ച് വാക്സിൻ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അതുപോലെ തന്നെ കോവിഷീൽഡ് വാക്സിൻ ഇന്ത്യയിൽ. പിന്നെ ഈ പറയുന്ന സ്പുട്നിക് വാക്സിൻ അതിവിടെ ഇല്ല, റഷ്യൻ വാക്സിനാണ്. അവര് 91.2 ഏകദേശം 92% പ്രൊട്ടക്ഷൻ അതിന് ഉള്ളതായിട്ടാണ് കാണുന്നത്. ജോൺസൺ വാക്സിൻ ഒറ്റ ഡോസ് മതി, പക്ഷെ അതിന് 64% പ്രൊട്ടക്ഷൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് പ്രൊട്ടക്ഷൻ കിട്ടുന്നവര് ഏകദേശം 90%, 70-90% കിട്ടും. അതുകൊണ്ട് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ബുദ്ധി, എടുക്കാതിരിക്കുന്നതാണ്. വാക്സിന്റെ ഫലമായിട്ട് ഇപ്പൊ വേൾഡിൽ തന്നെ നമ്മുടെ വസൂരി, അതേപോലെ വസൂരി നിർമ്മാർജ്ജനം ചെയ്തു. ഈ വാക്സിന്റെ ഒരു ഗുണം തന്നെയാണ്. അതുപോലെ നമുക്ക് ഈ പറയുന്ന മീസിൽസ് ഏകദേശം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ തള്ളി പറയേണ്ട ആവശ്യമില്ല. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ വന്നതാണ്, വാക്സിനിൽ പന്നിനെയ്യ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് സത്യം? അത് ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇതിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ്. നമ്മളെ പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക് കൺട്രീസ് ഇത്രയും വാക്സിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എറേസ് ചെയ്യാതിരിക്കുന്നതാണ് തീർച്ചയായും. പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ഇത് പറയാമല്ലോ, നമുക്ക് ഒരു ഔഷധത്തിന് വേണ്ടി അത് ഒരു വാക്സിനിലും ഇല്ല കേട്ടോ, ഒരു വാക്സിൻ ഇല്ലാന്ന് ആദ്യം മനസ്സിലാക്കാം. പിന്നെ ഔഷധത്തിനായിട്ട് നിഷിദ്ധമായ സംഗതികൾ കഴിക്കേണ്ടി വന്നാലും അനുവദനീയമാണെന്ന് ഒരു പക്ഷെ ഈ വിഷയത്തിൽ ഇല്ല കേട്ടോ. ഒരു നിലവിലെ ഒരു വാക്സിൻ അങ്ങനെയില്ല എന്ന് നമുക്ക് തീർത്ത് പറയാം. ഓക്കെ, ഇനി നമ്മള് സിഹത്തി എന്നതില് നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് പ്ലേ ചെയ്ത് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മൊബൈലിലെ സിഹത്തി എന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് വാക്സിൻ രജിസ്റ്റർ ചെയ്തിരിക്കുക. നമ്മൾ ഒന്ന് ഓർക്കുക, ഇന്ന് രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് നാളെ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അതെ, കാരണം അതിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏജ് ലിമിറ്റ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് പിന്നെ ഒന്ന് ആ വാക്സിൻ എങ്ങനെ എടുക്കണം എന്നതിന് ICF തയ്യാറാക്കിയ ഒരു വീഡിയോ നിങ്ങൾക്കായി പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വലിയ പ്രയോജനം. കാരണം നിങ്ങൾക്ക് ആപ്പിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ സിഹത്തി എന്ന ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. സിഹത്തി നമുക്ക് അറിയുന്നത് തന്നെയാണ്, നമുക്ക് ഉപയോഗിച്ച ആപ്പ് തന്നെയാണ്. അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ഒക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുക.
എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ ആപ്പിലും ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളൊരു ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ഇക്കാമ നമ്പർ കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ഇക്കാമയിൽ പ്രിന്റ് ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതായിട്ട് വ്യത്യാസം ഉണ്ടാവും, അത് കൊടുക്കണം, അതും ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കൊരു OTP വരുന്നു. ആ OTP വന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ആഡ് ചെയ്യുന്നു. എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടാവും വരുന്നു. എന്നിട്ട് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പിന്നെ ചോദിക്കുന്നത് ആ OTPയുടെ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ഒരു പാസ്വേഡും ഒരു പാസ്വേഡ് വീണ്ടും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറയുന്നു. ആ പാസ്വേഡ് ഒന്നുകൂടെ റീകൺഫേം ചെയ്യുന്നു. പാസ്വേഡ് കൊടുത്ത പാസ്വേഡിൽ അതിന്റെ റൂൾസ് ഉണ്ട്, അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടാകണം എന്നുള്ളതൊക്കെ ആ ആപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അത് കൺഫേം ചെയ്ത് നമ്മൾ യൂസർ നെയിം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് പിന്നെ ഈ വാക്സിൻ, നമ്മൾ എടുക്കേണ്ട വാക്സിൻ ആണ്. അതിന്റെ അടിയിൽ നമ്മൾ ടെസ്റ്റ് വരുന്നുണ്ട്. ടെസ്റ്റിലേക്കല്ല നമ്മൾ പോകേണ്ടത്, COVID-19 വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അപ്പോയിന്റ്മെന്റിലേക്ക് രജിസ്ട്രേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സെലക്ട് മീ ഫോർ യുവർ സെൽഫ്. അഥവാ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണോ അല്ല നമ്മുടെ ഫാമിലിക്കാണോ എന്നാണ് അത് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിന്റെ മറ്റുള്ള ഇതിലേക്ക് പോകുന്നു. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അത് വീണ്ടും ഒരു ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേറെ ഫോൺ നമ്പറാണ്, വെബ്സൈറ്റിൽ അല്ലാത്ത ഫോൺ നമ്പർ ആണെങ്കിൽ ആ ഫോൺ നമ്പർ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഏത് സ്ഥലത്താണ്, റിയാദാണോ ജിദ്ദയാണോ എവിടെയാണ് എന്ന റീജിയൻ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം സിറ്റിയും റിയാദിലെ ഏത് ഭാഗത്താണ് എന്നുള്ളത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ലൊക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം നമ്മുടെ വർക്ക് ഫീൽഡ്, നമ്മൾ ഏത് ഫീൽഡിലാണ്, നമ്മൾ ഹെൽത്ത് വർക്കർ ആണോ, നമ്മൾ ഹജ്ജ് റിലേറ്റഡ് ആണോ എന്നുള്ള നമ്മുടെ എല്ലാ വർക്ക് ഫീൽഡ് നമ്മൾ ഒക്യുപ്പേഷൻ നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനനുസരിച്ചാണ് അതിന്റെ കാറ്റഗറി ചെയ്യുന്നത്. പിന്നെ അതോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യനെയർ വരുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചും മറ്റു അതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക. ക്രോണിക് ഡിസീസ് ഉണ്ടോ, അതേപോലെ അലർജി വിഷയങ്ങളുണ്ടോ, നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതെല്ലാം നോ എന്ന് അടിച്ച് നമ്മൾ നെക്സ്റ്റിലേക്ക് ഉണ്ടെങ്കിൽ അതിലുണ്ടോ എന്ന് തന്നെ പറയണം കേട്ടോ, അത് വേറെ കാര്യം. എന്നിട്ട് നമ്മുടെ വാക്സിനേഷന്റെ റിക്വസ്റ്റ് നമ്മൾ യെസ് ഐ ആം ഷുവർ എന്ന് കൺഫേം ചെയ്യുന്നു. അതാണ് അതിന്റെ നെക്സ്റ്റ് പ്രൊസീജിയർ. ആ കൺഫർമേഷൻ കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മൾ പിന്നീട് നമുക്കൊരു മെസ്സേജ് വരും, താങ്ക്സ് ഫോർ നിങ്ങൾ റിസർവ് ചെയ്തതിൽ നന്ദി.